സംഘം ദർശനമാദിനും വാഴ്വിനും മോഹിച്ചിടും നജസംഘം ദർശനമാദിനും വാഴ്വിനും. കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിയുവാനായി ഇതാ മലങ്കര സഭയുടെ ഇടയവൃന്ദം ഇന്ന് ഇവിടെ ഒത്തുകൂടുന്നു. ഉത്തരാധുനികതയുടെ നവസ്വപ്നങ്ങളുടെ പുതിയ വെളിച്ചങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മലങ്കര സഭ നൗകയെ നയിക്കുവാൻ തക്കവണ്ണം മലങ്കര സഭയിലെ ആചാര്യശ്രേഷ്ഠന്മാർ ഒത്തുകൂടുകയായി. പരിശുദ്ധാത്മ കൃപാവരവും പുത്തൻ ദർശനങ്ങളും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സെൻറ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ ത്രൈവാർഷിക സമ്മേളനത്തിലേക്ക് കടന്നു വന്ന എല്ലാ പരിശുദ്ധ പിതാക്കന്മാരെയും വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായി ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുവാൻ വൈദിക സംഘം ജനറൽ സെക്രട്ടറിയും വൈദിക സെമിനാരി അധ്യാപകനുമായ വന്യനായ ആമുഖ കുറിപ്പുകൾ മാറ്റിവെച്ച് എൻ്റെ ഉത്തരവാദിത്വം സമയബന്ധിതമായി നിർവഹിപ്പാൻ ആഗ്രഹിക്കുക. ഈ ത്രൈവാർഷിക സമ്മേളനം അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാബാ തിരുമേനിയാണ്. അഭിമന്യ തിരുമേനിയുടെ ശക്തമായ പിന്തുണയും സ്നേഹവും വാത്സല്യവുമാണ് വൈദിക സംഘത്തിൻ്റെ കരുത്ത് എന്നത് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. വൈദിക സംഘത്തിൻ്റെ ഏത് ചെറിയ ആവശ്യത്തിനു പോലും സമയം വേർതിരിക്കുവാനും വൈദിക സംഘം ശ്രദ്ധയിൽപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളോടും ക്രിയാത്മകമായി പ്രതികരിക്കുവാനും പരിശുദ്ധ പിതാവ് സഹകരിക്കുന്നു എന്നത് വൈദിക സംഘത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഏറ്റവും അടുത്തായി വൈദിക ക്ഷേമനിധിയിലേക്ക് കൂടുതൽ വൈദികരുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭിമന്യ പിതാവിനോട് ആവശ്യപ്പെടുകയും തൊട്ടടുത്ത് കൂടിയ വർക്കിംഗ് കമ്മിറ്റിയിൽ വൈദിക സംഘത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് 4 സോണൽ കോർഡിനേറ്റേഴ്സിനെയും ജോയിൻറ്റ് സെക്രട്ടറിയും അതിന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്രമീകരണം ഉടൻ തന്നെ പരിശുദ്ധ ബാബാ തിരുമേനി ചെയ്തു തന്നത് വളരെ നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കുന്നു. അഭിമന്യ പിതാവിനെ, മലങ്കരയുടെ പരമാധ്യക്ഷനെ ഏറ്റവും വലിയ സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കരയുടെ വലിയ പിതാവാണ്. മലങ്കരയുടെ സൂര്യ തേജസ്സും മലങ്കരയുടെ താപസ ശക്തിയും അനുഗ്രഹീതമായ 5 വർഷക്കാലം മലങ്കര സഭയുടെ സ്വർണ്ണ ലിപികൾ എഴുതി വെക്കേണ്ട സുവർണ കാലഘട്ടത്തിൻ്റെ നേതൃത്വം വഹിച്ച പരിശുദ്ധ ദിദിമോസ് വലിയ പിതാവ്, പരിശുദ്ധ പിതാവാണ് ഈ ത്രൈവാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും വലിയ പിതാവായിരിക്കുന്ന മലങ്കരയുടെ മഹാ ഇടയനെ, വലിയ പിതാവിനെ ഏറ്റവും വലിയ സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടി ഈ ത്രൈവാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദിക സംഘത്തിൻ്റെ കരുത്ത്, വൈദിക സംഘത്തിൻ്റെ ശക്തി, തേജസ് ഞങ്ങളുടെ
വൈദിക സംഘം പ്രസിഡന്റ് അഭിനന്ദനായ ഗീവറീസ് മാർ ഇവോനിയോസ് തിരുമേനിയുടെ പ്രാർത്ഥനയും ശക്തമായ പിന്തുണയുമാണ്. വൈദിക സംഘം സെക്രട്ടറി എന്ന നിലയിൽ 7 മാസക്കാലം പിന്നിടുമ്പോൾ അഭിനന്ദ പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറെ ഏറ്റുവാങ്ങുവാൻ കഴിഞ്ഞത് നന്ദിപൂർവ്വം ഓർക്കുന്നു. കൃത്യമായി ഇന്നലെ വൈകുന്നേരം ഉൾപ്പെടെ കൃത്യമായി ഇതിൻ്റെ ക്രമീകരണങ്ങളെ പറ്റി ചോദിച്ചറിയുകയും ഓരോ ക്രമീകരണങ്ങളിലും അഭിനന്ദ പിതാവിൻ്റെ പ്രാർത്ഥനാപൂർവമായ കരുതൽ, സ്നേഹപൂർണമായ പങ്കാളിത്തം ഉണ്ടായിരുന്നത് നന്ദിപൂർവ്വം ഓർക്കുന്നു. അഭിനന്ദ പിതാവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് കാര്യമില്ല എങ്കിലും യോഗ നടപടി എന്ന നിലയിൽ സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന കോട്ടയം ഭദ്രാസന അധിപൻ അഭിനന്ദനായ ഗീവറീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോൽ തിരുമേനിയെ സ്നേഹ ബഹുമാന ആദരവുകളോടുകൂടി ഈ ത്രൈവാർഷിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായി പങ്കെടുക്കേണ്ടിരുന്നത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ രാജൻ ഗുരുക്കൾ സാറാണ്. അദ്ദേഹം ഇന്ന് രാവിലെ കിഡ്നി സ്റ്റോൺ സംബന്ധമായി ആശുപത്രിയിൽ അഡ്മിറ്റായ വിവരം അദ്ദേഹം അറിയിക്കുകയും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായിരിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ രാജൻ വർഗീസ് സാറിനെ ഈ വേദിയിലേക്ക് ആക്കുകയും ചെയ്തു. ഡോക്ടർ രാജൻ വർഗീസ് സാറ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയുടെ നിർണായക ശക്തിയായി സ്വാധീനമായി പ്രവർത്തിക്കുന്നു. ആലുവ UC കോളേജിൻ്റെ റീഡറായി പ്രവർത്തനം അനുഷ്ഠിക്കുകയും അതേ തുടർന്ന് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്തു. മലങ്കര നസ്രാണി സമൂഹത്തിന് അഭിമാനിക്കേണ്ടക്കവണ്ണം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം അദ്ദേഹം നൽകുന്നു. ഈ ചുരുങ്ങിയ ക്ഷണത്തിനുള്ളിൽ തന്നെയും ഇവിടെ കടന്നു വരുവാനും മുഖ്യ പ്രഭാഷണം നിർവഹിപ്പാനും സന്മനസ് കാണിച്ച ഡോക്ടർ രാജൻ വർഗീസ് സാറിനുള്ള നന്ദി ആമുഖമായി അറിയുകയും സ്നേഹ ബഹുമാനാദരോടുകൂടി ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് തുമ്പവൺ ഭദ്രാസന അധിപൻ അഭിനന്ദനായ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. വൈദിക സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അഭിനന്ദ തിരുമേനിയുടെ അകമഴിഞ്ഞ പിന്തുണയും സ്നേഹവും കരുതലും ഉണ്ടത് നന്ദിപൂർവ്വം ഓർക്കുന്നു. അഭിനന്ദ പിതാവ് ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കും. സ്നേഹ ബഹുമാനാദരോടെ അഭിനന്ദ പിതാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് മാവേലിക്കര ഭദ്രാസന അധിപൻ അഭിനന്ദനായ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. വൈദിക സംഘത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് വളരെ സ്നേഹപൂർവമായ ഒരു പിന്തുണ അഭിനന്ദ തിരുമേനിയുടെ ഭാഗത്ത് ലഭിക്കുന്നു എന്നത് സന്തോഷപൂർവ്വം ഓർമ്മിക്കുന്നു. ഇന്ന് രാവിലെയും എന്നിൽ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരുത്തുവാനും വേണ്ട ക്രമീകരണം നൽകുവാനും ഒക്കെ അഭിനന്ദ പിതാവ് ശ്രദ്ധ ചെലുത്തുന്നു. ഏറെ വലിയ സ്നേഹ ബഹുമാനാദരോടുകൂടി മാവേലിക്കര ഭദ്രാസന അധിപൻ അഭിനന്ദ പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് കൊല്ലം ഭദ്രാസന അധിപൻ അഭിനന്ദനായ സക്കറിയാസ് മാർ അന്തോണിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സാണ്. മലങ്കര സഭയുടെ വൈദിക സമൂഹത്തിന് മുമ്പിൽ കൃത്യമായ സ്ഥാനവും ബഹുമാനവും ആർജിച്ചെടുത്ത മലങ്കരയുടെ പിതാവാണ് താപസ ശ്രേഷ്ഠനായ അന്തോണിയോസിൻ്റെ നാമം അന്യർത്ഥമാക്കുന്ന അഭിനന്ദ പിതാവ്. അഭിനന്ദ പിതാവ് വൈദിക സംഘത്തിന് എന്നും മുതൽക്കൂട്ടും അതിൻ്റെ എല്ലാ വളർച്ചയിലും എന്നും ശക്തമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു എന്ന് നന്ദിപൂർവ്വം ഓർക്കുന്നു. അഭിനന്ദ പിതാവിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസന അധിപൻ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സാണ്. അഭിനന്ദ തിരുമേനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ മറ്റൊരു സന്തോഷമുണ്ട്. അഭിനന്ദ തിരുമേനിയാണ് ഇപ്പോൾ കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ KCCയുടെ പ്രസിഡന്റായി മലങ്കര സഭയുടെ പ്രതിനിധിയായി അഭിനന്ദന ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ വൈദിക മീറ്റിംഗിലേക്ക് ആദ്യമായി കടന്നു വരുന്നു എന്നതുകൊണ്ട് അഭിനന്ദ തിരുമേനിയുടെ സ്ഥാനലബ്ധിയിൽ മലങ്കരയുടെ വൈദിക സമൂഹം സന്തോഷിക്കുകയും ഇന്നേക്ക് ഇവിടേക്ക് കടന്നു വരികയും ഈ ആശംസകൾ പ്രസംഗം നിർവഹിക്കുകയും ചെയ്യുന്നതിൽ അഭിനന്ദ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ച്
വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനിയെ സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൻ്റെ നടത്തിപ്പുകാരനായി, ലോക്കൽ രക്ഷാധികാരിയായി, ഇതിൻ്റെ ശബ്ദവും വെളിച്ചവും ഇതിൻ്റെ പ്രോഗ്രാമും ഒക്കെ നേതൃത്വം നൽകി ഞങ്ങളെ സഹായിച്ചത് നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ് എന്നത് വളരെ നന്ദിപൂർവ്വം ഓർക്കും. അഭിനന്ദ തിരുമേനി സംഘാടകൻ്റെ റോളിലാണ് ഇപ്പോൾ ഈ വേദിയിലുള്ളത്. അഭിനന്ദ പിതാവിൻ്റെ കൈത്താങ്ങലാണ് ഈ സമ്മേളനം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുവാൻ കാരണമാകുന്നത്. ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നത് കൽക്കട്ട ഭദ്രാസനാധിപനായ അഭിനന്ദനായ ഡോക്ടർ ജോസഫ് മാർ ദിവാനാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമേനി 3 ദിവസവും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ആണ് അറിയിച്ചിരിക്കുന്നത്. നാളത്തെ സമ്മേളനത്തിൽ മീറ്റിങ്ങിൽ അദ്ദേഹം സംബന്ധിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യും. അഭിനന്ദ പിതാവിനെ ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ വേദിയിലേക്ക് അങ്കമാലി ഭദ്രാസനാധിപനായ യുഹാനോൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടുമാണ് സ്വാഗതം ചെയ്യുന്നത്. ഇതിനെല്ലാ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദ പിതാവ് ശക്തമായ പിന്തുണ നൽകുന്നു. അഭിനന്ദ പിതാവിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിനന്ദനായ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി അഭിനന്ദ പിതാവിനെ ഈ അടുത്ത കാലത്ത് അമേരിക്ക സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി അംഗീകരിച്ച വിവരം നാം അറിയുന്നു. അതിലും വൈദിക സംഘം സന്തോഷിക്കുന്നു. അഭിനന്ദ പിതാവിനെ ഈ 3 ദിവസം അദ്ദേഹം പിതാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിതാവിനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇനിയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത് അനുഗ്രഹീതരായ 2 പിതാക്കന്മാരെയാണ്. സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിന് കഴിഞ്ഞ 10 വർഷക്കാലമായി അനുഗ്രഹീതമായ നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായും ജോയിൻറ്റ് സെക്രട്ടറിയുമായും ഏതാണ്ട് 15 വർഷത്തിലധികം സേവനമനുഷ്ഠിച്ച ഡൽഹി ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പോലീത്ത അഭിനന്ദനായ ദിമത്രിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി അഭിനന്ദ തിരുമേനിയുടെ കൈത്താങ്ങലുകളിലാണ് ഈ പ്രസ്ഥാനം കഴിഞ്ഞ നാളിൽ കടന്നു വന്നത് എന്ന് ഓർക്കുന്നു. അഭിനന്ദ പിതാവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി ഡോക്ടർ യുഹാനോൻ മാർ ദിമത്രിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി കഴിഞ്ഞ 10 വർഷക്കാലം അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചതിന് ശേഷം ചെന്നൈ ഭദ്രാസനത്തിൻ്റെ അനുഗ്രഹീത അജപാലകനായി വിളിച്ചു വേർതിരിച്ച ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത തിരുമേനിയും ഈ വേദിയിലുണ്ട്. അഭിനന്ദ പിതാവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി അഭിനന്ദനായ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ മീറ്റിങ്ങിൻ്റെ വിജയം, അതിന് ക്രമീകരണം എല്ലാം നൽകിത്തരുന്നത് ഈ പരിമല സെമിനാരിയുടെ മാനേജർ വന്യനായ യുഹാനോൻ റമ്പാച്ചനാണ്. വ്യക്തിപരമായ ചില ശാരീരിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകൾ കിടക്കയിലായിരുന്നപ്പോഴും എനിക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്തു തന്നത് അഭിനന്ദനായ റമ്പാച്ചനാണ് എന്നത് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ ഓർക്കുന്നു. അഭിനന്ദനായ റമ്പാച്ചനെ ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ മീറ്റിങ്ങിൽ ഗുരുക്കന്മാരുടെ വലിയ ഗുരുവായ വന്യനായ ടി ജെ ജോഷുവ അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. അത് ഞങ്ങൾ പ്രത്യേകമായി അക്നോളജ് ചെയ്യുന്നു. അഭിനന്ദ ജോഷുവ അച്ഛനെയും വന്യരായ കോറപ്പിസ്കോപ്പന്മാരെയും വന്യരായ റമ്പാച്ചന്മാരെയും എനിക്ക് ജ്യേഷ്ഠ സ്ഥാനീയരും പ്രതിസ്ഥാനീയരും സഹോദരരുമായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും നിങ്ങളുടെ അകമഴിഞ്ഞ കൈത്താങ്ങലുകൾക്കും പിന്തുണയ്ക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞ് നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് എന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നണിയിൽ മാത്രം നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സെന്റ് തോമസ് വൈദിക സംഘത്തിൻ്റെ ശക്തനായ ജോയിൻറ്റ് സെക്രട്ടറി വന്യനായ ലിജേഷ് ചെറുത്തലാട്ടച്ചൻ, സക്കറിയ ഞാൻ അച്ഛൻ ഈ പ്രവർത്തനത്തിൻ്റെ എല്ലാം ശക്തമായ പങ്കാളിത്തം വഹിക്കുന്നു. ഏറെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദിക സംഘത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ ഭദ്രാസനത്തിൻ്റെ വൈദിക സംഘം സെക്രട്ടറിമാർ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വലിയ പദവി ബലഹീനനെ എന്നെ പരമേൽപ്പിച്ച
ദൈവത്തിൻ്റെ കൃപയ്ക്ക് മുമ്പിൽ നമ്രസ്മരസ്കനായി നിന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. അതിനു മുമ്പായി മൂന്ന് കാര്യം കൂടി അറിയിച്ചു കൊള്ളട്ടെ. എല്ലാ വൈദികർക്കും നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ ചിന്താവിഷയത്തെപ്പറ്റി പരിശുദ്ധ ബാബാ തിരുമേനി ഉൾപ്പെടെയുള്ളവർ രചിച്ച ലേഖനങ്ങളുടെ സമാഹാരം ഒരു പുസ്തകമായി നിങ്ങളുടെ ഫയലിലുണ്ട്. ദയവായി അത് സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. രണ്ടാമതായി മലങ്കര സഭയിലെ മുഴുവൻ വൈദികരുടെയും ടെലിഫോൺ നമ്പർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂർണ്ണമെന്ന് അവകാശപ്പെടുന്നില്ല. എന്നാൽ 2012 പ്രസിദ്ധീകരിക്കുന്ന വൈദിക ഡയറക്ടറിയുടെ മുന്നോടിയായി അതിനുവേണ്ട തിരുത്തലുകൾ കൂടെ ആരംഭമായി ഇത് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. ദയവായി വൈദികർ അത് ഏറ്റുവാങ്ങണം എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. മറ്ററിയിപ്പുകൾ പിന്നാലെ അറിയിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് വാക്കുകൾ. മലങ്കര സഭയുടെ പുതിയ അമരക്കാരനും പ്രാർത്ഥനാ ജീവിതവും വിനയവും ശീലമാക്കിയ ശ്രേഷ്ഠ മഹാപുരോഹിതനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് തിദിയൻ കാതോലിക്ക ബാവായെ അധ്യക്ഷ പ്രസംഗത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ വലിയ ബാബാ തിരുമേനി, അഭിവന്യരായ സഹോദര മെത്രാപ്പോലിത്തന്മാരെ, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ രാജൻ വർഗീസ്, ബഹുമാനപ്പെട്ട TJ ജോഷുവാച്ചൻ, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പാമാരെ, വന്യരായ റമ്പാച്ചന്മാരെ, വൈദിക സഹോദരങ്ങളെ, സ്നേഹിതരെ, വല്ലപ്പോഴുമൊക്കെ വീണ് കിട്ടുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ സഭയിലെ വൈദികരുടെ സമ്മേളനവും വൈദികരുടെ ജീവിതത്തോട് സ്വയം സംസാരിക്കത്തക്കവണ്ണമുള്ള സന്ദർഭങ്ങളും. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ നയിക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലാണ് നാം എല്ലാവരും എന്നും എപ്പോഴും മുഴുകിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മോട് സംസാരിക്കുവാനും നാം സ്വയം കേൾക്കുവാനുള്ള സന്ദർഭം നമുക്ക് വിരളമാണെന്നാണ് എൻ്റെ പക്ഷം. നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ സ്വന്തം മക്കൾ, അവർ എങ്ങനെയായിരിക്കണം, അവർ എങ്ങനെ സംസാരിക്കണം, അവർ എങ്ങനെ പെരുമാറണം, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് അവരെ ബോധവൽക്കരിക്കുവാനും പഠിപ്പിക്കുവാനുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമയം ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ നാം സ്വയം എന്താണ് ചെയ്യേണ്ടത്, നാം എന്താണ് സംസാരിക്കേണ്ടത്, നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ആരും നമ്മോട് പറയാറില്ല. പറഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഉൾക്കൊള്ളാനും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ ത്രൈവാർഷിക വൈദിക സമ്മേളനം എന്ന് പറയുന്നത്, ആ സമ്മേളനത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഉൾക്കൊള്ളാമെങ്കിൽ അതിൻ്റേതായൊരു സൗന്ദര്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. നാം കരുതുന്നിടത്തോളം വൈദികർക്ക് ഒരു പക്ഷേ ഇവിടെ വന്നു ചേരുവാൻ അവസരമുണ്ടോ അല്ലെങ്കിൽ വന്നു ചേരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. മധ്യവേനൽ അവധി കഴിഞ്ഞു എന്നുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കതിനൊരു പ്രതികൂല ഘടകമല്ലേ എന്നെൻ്റെ മനസ്സിൽ തോന്നാതിരുന്നില്ല. ഏതായിരുന്നാലും ലഭിച്ച സന്ദർഭങ്ങളും അവസരങ്ങളും നഷ്ടപ്പെട്ടു പോകാതെ നാം ഉൾക്കൊള്ളേണ്ടത് എന്ത്, നാം ചിന്തിക്കേണ്ടത് എന്ത്, നാം സംസാരിക്കേണ്ടത് എന്ത് എന്നിങ്ങനെയുള്ള ചിന്തകൾ ഏറെ ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ 2-3 ദിവസമെന്ന് എടുത്തു പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഓരോരുത്തരും നമ്മുടെ ഇടവക ശുശ്രൂഷകളിലെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള
വ്യക്തികളും കുടുംബങ്ങളും മനുഷ്യരുമായിട്ടാണ് ഇടപെടാറുള്ളത്. നമ്മെ വിമർശിക്കുകയോ നമുക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ പ്രതികരണം പലപ്പോഴും എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നാം തന്നെ സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, എന്നെ നന്നാക്കുവാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ വിലയിരുത്തുവാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരിക്കുകയുമില്ല, അത് നിങ്ങൾക്കാണുള്ളൂ. To refine my character can be done only by myself. ഭരണഘടനയ്ക്കോ തിരുമേനിമാരുടെ കൽപ്പനകൾക്കോ പരിശുദ്ധ വേദപുസ്തകത്തിനോ ഒക്കെ നമ്മെ തിരുത്തുന്നതിലെ ഒരു പരിമിതി ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം. എന്നെ തിരുത്തുവാൻ എനിക്ക് മാത്രമേ എളുപ്പമുള്ളൂ എന്നാണ് എൻ്റെ വിചാരം. എന്നാൽ എന്നെ വിലയിരുത്തുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ വിലയിരുത്തുവാൻ കഴിയും. അതുകൊണ്ട് പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തുവാൻ, വീഴ്ച കൂടാതെ വിലയിരുത്തുവാൻ സാധിക്കുമെങ്കിൽ അത് ഒരു വലിയ ജീവിതത്തിൻ്റെ വലിയ ഒരു നന്മയും അതുപോലെ തന്നെ ഒരു വിജയവുമായിട്ടാണ് കരുതപ്പെടേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാലത്തിൻ്റെ സൂചനകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ 2-3 ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാൻ പോകുന്ന വിഷയം. വളരെ ആനുകാലികമാണ് ഈ വിഷയം. ഈ വിഷയത്തെ സംബന്ധിച്ച് ആർക്കും എന്തും സംസാരിക്കാം. കാരണം കാലത്തിൻ്റെ സൂചനകൾ എന്തൊക്കെയെന്ന് അവരവരുടെ മനോധർമ്മത്തിലൂടെ കണ്ടെത്തുന്ന ഒട്ടേറെ ചിന്തകൾ, ഒട്ടേറെ ആശയങ്ങൾ നമുക്ക് അവതരിപ്പിക്കാം. പരമപ്രധാനമായി എനിക്ക് തോന്നുന്നത്, ഈ കാലത്തിൻ്റെ സൂചനകളെ തിരിച്ചു കറിഞ്ഞുകൊണ്ട് നമ്മുടെ പൗരോഹിത്യ ധർമ്മത്തിൽ നാം കൈവരുത്തേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇപ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രൂപത്തിൽ തന്നെ നമ്മുടെ ജീവിതശൈലി നിലനിർത്തിയാൽ മതിയോ എന്നൊക്കെ സ്വയം ചിന്തിക്കുകയും അതിന് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം തയ്യാറാവുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാലം എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റോപ്പ് വെഹിക്കിളാണല്ലോ. അത് ഒരിടത്തും വിശ്രമിക്കുകയോ ആർക്കു വേണ്ടി കാത്തു നിൽക്കുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമല്ല. ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. അതുപോലെ തന്നെ കാലം എല്ലാത്തിൻ്റെയും കാലനാണ്. കാലം സർവത്തെയും സംഹരിക്കുന്നവനാണ്. കാലം വലിയ ഒരു അധ്യാപകനാണ്. കാലം അതിൻ്റെ ഒത്തിരി പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത മനുഷ്യൻ, അത് പുരോഹിതനായിരുന്നാലും മറ്റാരായിരുന്നാലും കൊള്ളാം, വലിയ ദിശാബോധം നഷ്ടപ്പെട്ട് അപകടസന്ധിയിലേക്ക് പ്രയാണം ചെയ്യുവാനിടയുണ്ട്. അതുകൊണ്ട് കാലത്തിൻ്റെ സൂചനകളെ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമായിട്ട് തന്നെ നമ്മൾ കരുതണം. അത് പഠനം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുകയില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ യഹോവയുടെ സന്നിധിയിൽ ആവശ്യപ്പെട്ടതുപോലെ ജനത്തെ നയിക്കുവാൻ തക്ക സമയത്ത് ആവശ്യമായ വിവേകം നൽകണമേ എന്നുള്ള പ്രാർത്ഥന, കാലത്തിൻ്റെ സൂചനകൾ കൃത്യമായി തിരിച്ചറിയുവാനുള്ള വിവേകം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന, അതെന്നും എപ്പോഴും ആവശ്യമാണ്. ഞാൻ വളരെ ദീർഘമേറിയ ഒരു അധ്യക്ഷ പ്രസംഗം ചെയ്യുകയല്ല. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നാം ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ പ്രസരിപ്പിൽ ഏതെല്ലാം വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം. അറിവില്ലായ്മയുടെ പ്രശ്നമല്ല, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് എന്നുള്ളതിന് ആവശ്യമായ ചിട്ടകൾ നമ്മിൽ തന്നെ വരുത്തി തീർക്കുകയാണ് അനിവാര്യമായിട്ടുള്ളത്. വളരെ പരമപ്രധാനമായി എനിക്ക് തോന്നുന്നത്, ഈ കാലഘട്ടത്തിലെ
കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ള ഒരു ആകാംക്ഷയാണ്. 25 കൊല്ലം മുമ്പ് കുന്നംകുളം ഭദ്രാസനത്തിൽ നിന്ന് ഒരൊറ്റ വിവാഹമോചനത്തിന് പോലും ഒരു ശുപാർശ പോലും ചെയ്യേണ്ടതില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു മാസത്തിൽ 15-18 വിവാഹമോചനത്തിൻ്റെ കടലാസുകളിലെ ഒപ്പിടുവാൻ നിർബന്ധിതനായിരിക്കും എന്നുള്ള വസ്തുതയാണ്. കുടുംബ നവീകരണം, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ്, ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്താൻ തക്കവണ്ണം നമുക്ക് എന്താണ് ചെയ്യുവാനായിട്ടുള്ളത്? മാനുഷിക ശക്തീകരണം, നല്ല നല്ല വാക്കുകൾ നമുക്ക് ഒരുപക്ഷെ ഉപയോഗിക്കാം. ആശയവിനിമയം ചെയ്യാൻ പോലും കുടുംബത്തിൽ ആർക്കും സമയമില്ല. കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്തപ്പെടണമെന്ന് ഒരുമയോടെ പൊരുത്തത്തോടെ ചിന്തിച്ച് മുന്നേറുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. സമൂഹത്തിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ നന്മയും നിലനിൽക്കണമെങ്കിൽ അത് കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിച്ചേ മതിയാകൂ. അതിനെ ബോധവൽക്കരണവും അതുപോലുള്ള എന്തെല്ലാം സാധ്യതകൾ അത് ശക്തിപ്പെടുത്തുവാൻ ആവശ്യമാണോ അതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണമുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട അപകട സൂചനയായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. വിവാഹമോചനവും ആത്മഹത്യയും അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെയുള്ള മദ്യപാനാസക്തിയും ഒക്കെ ഇന്ന് വർദ്ധിച്ച് വരികയാണ്. മനുഷ്യൻ്റെ ജീവിതം ധനസമ്പാദനത്തിനായിട്ട് ഏറെ അധ്വാനിക്കുന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞതുപോലെ ഭാരതത്തിലെ വിഭവങ്ങൾ ഭാരതത്തിലെ സകലമാന മനുഷ്യർക്കും ഉപയോഗിക്കുവാൻ തക്കവണ്ണം നിലവിലുണ്ട്. പക്ഷേ ഒരാളുടെ ആർത്തി ശമിപ്പിക്കുവാൻ ഭാരതത്തിന് കഴിവില്ല എന്ന്. ഇന്ന് ഈ ധന ആർജനത്തിന് വേണ്ടിയുള്ള ആസക്തി വർദ്ധിച്ച് ഏതറ്റം വരെയും മനുഷ്യന് തീരുമാനങ്ങളെടുത്ത് അനീതി ചെയ്യുവാൻ, അധർമ്മങ്ങൾ ചെയ്യുവാൻ യാതൊരു വൈമനസ്യവുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇത് ദൈവം നമ്മെ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്വമാണിത്. കുടുംബ നവീകരണം, അതുപോലെ തന്നെ ധനത്തിൻ്റെ ആധിപത്യം, ധനസമ്പാദനത്തിനുള്ള അത്യാർത്തിയോടെയുള്ള മനുഷ്യൻ്റെ ആഗ്രഹം, അത്യധ്വാനം, ഇതൊക്കെ നാം തിരിച്ചറിയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വന്നിട്ടുള്ള അപകടകരമായ ചില സംഗതികൾ. ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കാൻ വയ്യാത്ത വിധത്തിൽ അത് പരസ്പരം കലരപ്പെട്ടിരിക്കുന്നു. എവിടെയാണ് നന്മ, എവിടെയാണ് തിന്മ, എവിടെയാണ് പാപം, എവിടെയാണ് പരിശുദ്ധത, ഇത് നമുക്ക് തിരിച്ചറിയാൻ മേലാത്ത ഒരു വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നില്ലേ എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ അഴുക്ക് നീക്കിക്കളയുവാനുള്ള ഒരു വസ്തുവാണ് സോപ്പ്. പക്ഷേ സോപ്പിൽ തന്നെ അശുദ്ധി വന്നാൽ ആ സോപ്പ് കൊണ്ട് ഏത് മനുഷ്യ ശരീരത്തിൻ്റെയാണ് അഴുക്ക് കളയുവാൻ കഴിയുക? അതുകൊണ്ട് ആത്മീയത്തിൽ മാലിന്യം കലർന്നാൽ അവിടെ വളരെയേറെ അപകടം ഉണ്ടായിരിക്കുന്നു. അപകടസന്ധി തന്നെയാണ് അത്, സംശയമൊന്നുമില്ല. നമുക്കിതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ സകല കാര്യങ്ങൾക്ക് ഒരുപക്ഷെ നമുക്ക് ന്യായീകരണങ്ങൾ കണ്ടെത്താം. ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ട് മാത്രം യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഒളിച്ചോടുവാനായിട്ട് സാധിക്കയില്ല. അതുകൊണ്ട് വൈദിക സമൂഹം ഇതിലെ ഒട്ടേറെ ഉണർന്ന് പ്രവർത്തിക്കുവാനും കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിറവേറ്റുവാനുള്ള വലിയ ഒരു വെല്ലുവിളി തന്നെ നാം ഏറ്റെടുത്തേ മതിയാകൂ. പൗരോഹിത്യ ധർമ്മം അത് വലിയൊരു ധർമ്മമാണ്. 100 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു പുരോഹിതൻ ഒരു ഇടവകയിൽ സേവനം ചെയ്യുമ്പോൾ ആ ഇടവകയിലുള്ള സർവ്വ മനുഷ്യരുടെയും സർവ്വ ആവശ്യങ്ങളുടെയും മുൻപിൽ ആ പുരോഹിതൻ ഒരു പരിഹാരമായിരുന്നു. 100 വർഷങ്ങൾക്ക് മുൻപുള്ള പഴയ വൈദികരുടെ ജീവിത ശൈലി ഒന്ന് പരിശോധിച്ചാൽ ഞാൻ ചിലതൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ കണ്ടറിഞ്ഞിട്ടുമുണ്ട്. അവരെ തയ്യൽ വേല മുഴുവനും അവർക്കറിയാം.
അവരുടെ ഉടുപ്പുകളൊക്കെ അവരെയായിരിക്കും തയ്ക്കുന്നത്. അല്പം വൈദ്യമറിയാം, അതുപോലെ അല്പം എല്ലാ കാര്യങ്ങളും ഒരു ആവശ്യക്കാരൻ വന്നാൽ ആ പുരോഹിതൻ്റെ മുൻപിൽ ഒരു ഉത്തരമുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഓടി വന്ന് അത് അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയായാലും ദാരിദ്ര്യമായാലും രോഗമായാലും സർവത്തിനും ഒരു പ്രതിസന്ധിയുടെ പരിഹാരകനാണ് പുരോഹിതൻ. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് പലപ്പോഴും ഒരു പ്രൊഫഷണലിസം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ലേ എന്ന് നാം സ്വയം ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യണം. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. പ്രായമായവരോടുള്ള നമ്മുടെ ആദരവ് കുറഞ്ഞു വരുന്നില്ലേ എന്ന് നാം സ്വയം തിരിച്ചറിയേണ്ടതാണ്. ആവശ്യമില്ലാത്തതിനെ വലിച്ചെറിയുക, അത് ആധുനിക സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒരുപക്ഷേ പല അസൗകര്യങ്ങളും നമുക്കുണ്ടായേക്കാം. പ്രായമുള്ളവരെ കാണപ്പെട്ട ദൈവങ്ങളെപ്പോലെ കരുതണമെന്ന് ആർഷഭാരത സംസ്കാരവും വേദവചനവും ഒക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ചുവരെഴുത്ത് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ അതിനെ നമുക്ക് ഒരുപാട് അനുകരിച്ച് അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ പാടില്ലാത്തതാണ്. യുവതലമുറയെക്കുറിച്ചുള്ള നമ്മുടെ വേവലാതി അത് ഒട്ടും പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നലെ ഒരു 10-15 വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു. അവർ ബിടെക് കഴിഞ്ഞവരെ, ബിടെക് ജസ്റ്റ് പാസ് ഔട്ട് ചെയ്തവരെ, തേർഡ് ഇയേഴ്സ്, അവർക്ക് വേണ്ടിയത് ഒരു ആരാധനാ സൗകര്യം വേണം. ഒരു പുരോഹിതൻ്റെ ആരാധന ലഭിക്കുവാൻ ഒരു കൊച്ചു ദേവാലയം പണിയുവാൻ വേണ്ടിയുള്ള ഒരു ബദ്ധപ്പാടാണ്. എനിക്ക് ഭയങ്കര പ്രയാസവും സങ്കടവും ഒക്കെ വന്നു. അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി കോയമ്പത്തൂരിലുള്ള കാരുണ്യ സെൻറ്ററിലെ കാരുണ്യ കോളേജിൻ്റെ അടുത്ത് ഒരു 10 സെൻറ്റ് ഭൂമി മേടിച്ച് അവിടെ ഒരു ആരാധനയ്ക്ക് വേണ്ടി ആ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന വെപ്രാളവും അങ്കലാപ്പും കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നൊന്തുപോയി. പ്രിയമുള്ളവരെ, ഈ യുവജനത്തെ നമുക്ക് കരുതുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹയർ എഡ്യൂക്കേഷനിൽ പോയിട്ട് 4-5 വർഷം പഠിച്ച് തിരികെ വരുമ്പോൾ അവർ നമ്മുടെ വിശ്വാസവും എല്ലാം നഷ്ടപ്പെട്ട് ബോണകയിനും മറ്റേ എകയിനും മറിച്ച എകയിനുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അവർക്ക് വേണ്ടി ആര് സംസാരിക്കാനുണ്ട്? അവർക്ക് വേണ്ടി ആര് ചെലവഴിക്കാനുണ്ട്? അവരുടെ ഇടയിൽ ആര് ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള പുരോഹിത സഹോദരങ്ങൾ എവിടെയുണ്ട്? ഇതൊക്കെ നമ്മുടെ വെല്ലുവിളികളാണ്. അതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ സുരക്ഷിതത്വമല്ല നമ്മൾ കൂടുതലായിട്ട് കരുതേണ്ടത്. നമ്മൾ സുരക്ഷിതരാകണമെന്നില്ല. യേശുക്രിസ്തു അതുതന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മൾ സുരക്ഷിതരാകരുത്, മറ്റുള്ളവർക്ക് സുരക്ഷിതരാകാൻ അവരെ സുരക്ഷിത വഴിയിലേക്ക് എത്തിക്കാൻ ഒക്കുമോ? എനിക്ക് വേണ്ടി അല്പം കരുതുകയും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ കരുതുകയും ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കട്ടെ. ഈ 2-3 ദിവസം ഇവിടെ ചെലവഴിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരത്തക്കവണ്ണം നമുക്കിടയാകുകയും ചെയ്യണം. ഈ പരിശുദ്ധ പരിമല തിരുമേനിയുടെ പാദാന്തികത്തിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്ന ചിന്തകളും വചനങ്ങളും നമ്മുടെ ജീവിതത്തിനും മനസ്സിനും ഒരു പുതിയ രൂപം ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. അത് നമ്മുടെ സഭയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ ഒരു പുതിയ ദിശാബോധം ലഭിക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ത്രൈവാർഷിക വൈദിക സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അർത്ഥസമ്പുഷ്ടവും ചിന്തോദീപ്തവുമായ അവിടുത്തെ വചസ്സുകൾക്ക് നന്ദി. താബോറിലെ മുനിശ്രേഷ്ഠനും തൻ്റെ ആധ്യാത്മിക ജീവിത ചൈതന്യം അനേകർക്ക് സാധനപാഠനമായി മാറ്റിയ മലങ്കരയുടെ വലിയ ഇടയശ്രേഷ്ഠൻ പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ വലിയ ബാവ തിരുമേനിയെ സെൻറ് തോമസ് ഓർത്തഡോക്സ് വൈദിക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കും. അഭിമന്യ സഹോദര മെത്രാപ്പോലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, കൂടുതൽ
പ്രസംഗിക്കുന്നതിനുള്ള അനുവാദം എനിക്ക് ഡോക്ടറിന് ലഭിച്ചിട്ടില്ല. ശാരീരികമായ ബലഹീനതകളും അസ്വസ്ഥതകളും ആണ് അതിന് കാരണം. അതുകൊണ്ട് യാത്രകൾ തന്നെ കുറച്ചിരിക്കുകയാണ്. നമ്മുടെ വൈദികരുടെ മീറ്റിംഗാണെങ്കിൽ ഇത് ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. വൈദ്യന്മാരുണ്ട്, വൈദികരുണ്ട്. വൈദ്യന്മാരെന്ന് പറയുന്നത് ശാരീരികമായ ചികിത്സയൊക്കെ ചെയ്യുന്നവരാണ്. വൈദികരെന്ന് പറയുന്നത് ആത്മീയമായ ശുശ്രൂഷകൾ ചെയ്ത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ ശരിയാമണ്ണം നയിക്കുന്ന ഒരു പ്രക്രിയയിലാണ്. ഇന്ന് എങ്ങനെയാണ് ആ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിന്ന് അഭിമാനിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്ന വലിയ കുടുംബത്തിലെ ആളാണ്. എന്താ കുടുംബം എന്നുള്ളതിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട അതിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഇന്ന് ആ വിലയേറിയ സ്വത്ത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വസ്തു ഭാഗം വെക്കുമ്പോൾ അപ്പനും അമ്മയും മക്കളും തമ്മിൽ കലഹമാണ്. ഒരുത്തിന് കൂടിപ്പോയി, ഒരുത്തിന് കുറവാണ്. ഒരുത്തിന് നല്ല സാധനം കൊടുത്തു, മറ്റേന് കുറവായിപ്പോയി. ഇങ്ങനെയുള്ള വഴക്കുകൾ ഇന്ന് പല കുടുംബങ്ങളിലും ഉണ്ട്, സംശയമൊന്നുമില്ല. അത് ഞാനും പറഞ്ഞ് കുടുംബം എന്നുള്ളതിൻ്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. ഇന്ന് കൂടുമ്പോൾ വഴക്കമുള്ള ആയിത്തീർന്നിട്ടുണ്ട് കുടുംബങ്ങൾ. അതിനൊരു പരിഹാരം കാണുന്നതിന് അവരെ നയിക്കുന്ന വൈദ്യർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. ഈ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുന്നതിനും അതിന് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതിനും അവർ തയ്യാറായിരിക്കണം. അതൊന്നും ഇന്ന് പ്രായോഗികമാകുന്നില്ല എന്നുള്ളതാണ് നാം കണ്ടുവരുന്ന ഒരു സംഗതി. കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല ഇന്ന് കുടുംബം, കൂടുമ്പോൾ വഴക്കുള്ളതാണ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വൈദികരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വഴക്കും മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളും തീർക്കുന്നതിന് വൈദികർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അതിന് മാർഗങ്ങൾ നിർദ്ദേശിച്ച് അവരെ വഴി നടത്തുകയും ചെയ്യേണ്ടതാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വൈദികരുടെ നടപടിച്ചട്ടങ്ങൾ എപ്രകാരമായിരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ ഒരു പുസ്തകം സ്വന്തമായിട്ട് എഴുതി പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ 1000 കോപ്പികൾ ഫ്രീ ആയിട്ട് അന്നത്തെ വൈദികർക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പി പലരും കണ്ടേക്കുമായിരിക്കും. വൈദികർ പരിശുദ്ധ പരമ്പര തിരുമേനി പറയുന്നത് പോലെ അവരെ ദൈവത്തിൻ്റെ ആളുകളായിരിക്കണം. നോമ്പ്, ഉപവാസം, ധ്യാനം
എന്നീ 3 കാര്യങ്ങൾ ചേർത്ത് സ്വർഗത്തിലേക്ക് അയക്കുന്ന പ്രാർത്ഥന അവിടെ എത്തിച്ചേരും എന്നുള്ള സംശയമൊന്നുമില്ല. മഹാത്മാഗാന്ധിയുടെ കാലത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയെങ്കിലും ഇന്നത് വ്യാപകമായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗതികേട് നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. യുവജനങ്ങൾ ആ കെട്ടുപാടിൽപ്പെട്ടിട്ട് വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് പ്രയാസമില്ലെങ്കിലും അവർ ആ രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം മാറ്റുന്നതിന് സഭയിലുള്ള ഓരോരോ വ്യക്തികളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പരിശ്രമിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രസ്താവിക്കുന്നു. ഒരു അനുഗ്രഹപൂർണമായ തുടക്കത്തിന് ആരംഭം കുറിക്കുകയാണ്. ഏവരും എഴുന്നേറ്റ് ഭക്തിയോടുകൂടി ഇതിൽ സംബന്ധിക്കണമെന്ന് അറിയിക്കുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു വെളിവിയടിയാരഖില ധാരമദ വെളിവും നീ കാന്ത്യ ഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ. അനുഗ്രഹീത സാന്നിധ്യമായി ഈ സമ്മേളനത്തിന് സമാരംഭം കുറിച്ച പരിശുദ്ധ വലിയ ബാബ തിരുമേനിക്ക് ഹൃദയപൂർവമായ നന്ദി. അനുഗ്രഹ പ്രഭാഷണത്തിനായി സെൻറ് തോമസ് വൈദിക സംഘം അധ്യക്ഷനും കോട്ടയം ഭദ്രാസനാധിപനുമായ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയെ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കും. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ ബാബ തിരുമേനി, പരിശുദ്ധ ബാബ തിരുമേനി, വന്യ മെത്രോപൊലിത്തന്മാർ, ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ രാജൻ വർഗീസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോർപ്പസ് കപ്പന്മാർ, റമ്പാച്ചന്മാർ, വൈദികർ, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മുമ്പോട്ട് നോക്കിയപ്പോൾ ഹാൾ നിറച്ച് അച്ഛന്മാരുണ്ട്. ഇതിന് മുമ്പൊരു വൈദിക മീറ്റിംഗ് നടത്തിയപ്പോൾ 50 പേരെ ഉണ്ടായിരുന്നു. ഈ വൈദിക സംഘം ഇതിൻ്റെ പ്രവർത്തനം വളരെ സജീവമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് വളരെ നിർജീവമായി കിടക്കുകയായിരുന്നു. എന്നാൽ ഇതിന് പുതിയ ഒരു ഉണർവും ശക്തിയും ശേഷിയും ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ മിടുക്കുകൊണ്ടല്ല, ഇതിൻ്റെ സെക്രട്ടറി അച്ഛൻ്റെയും കൂടെ പ്രവർത്തിക്കുന്ന സക്രിയാനയന അച്ഛൻ്റെയും ഒക്കെ അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ഭദ്രാസനങ്ങളിലെ സെക്രട്ടറി അച്ഛന്മാരുടെയും ആ കമ്മിറ്റിയുടെയും ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ സമ്മേളനം ഇത്രയും അനുഗ്രഹപ്രദമായി തീർന്നിരിക്കുന്നത്.
സാധാരണ പറയും, ഇപ്പോഴും പറയാറുണ്ട്, അത്തമ്മക്കാരെ നോക്ക്, അത്തമ്മക്കാരെ നോക്ക്, അവിടെ അച്ഛന്മാരെ നോക്ക്. ഇപ്പം നേരെ തിരിച്ചു പറയാം, അത്രയ്ക്ക് വളരെ ശോചനീയമായൊരവസ്ഥയിലായിരുന്നു. ദൈവകൃപയാൽ ഇതിനൊരു സജീവമായ പ്രവർത്തന ശൈലി ഉണ്ടായി കാണുന്നതിൽ സന്തോഷം. ഈ വൈദിക സംഘം തന്നെ 2-3 ഏരിയ മീറ്റിങ്ങുകൾ നടത്തി. അവിടെയൊക്കെയും എല്ലാ അച്ഛന്മാരും വന്ന് അതിൽ പങ്കുചേരുകയുണ്ടായി. അത് നല്ലൊരു കാര്യമാണ്. ഞാനൊരു കാര്യം സങ്കടത്തോട് പറയുകയാണ്. നമുക്ക് ടീച്ചിങ് മിനിസ്ട്രി ഈസ് ലോസ്റ്റ്. നമുക്കിപ്പോൾ പ്രീച്ചിങ് മിനിസ്ട്രിയേ ഉള്ളൂ. ആളുകളെ പഠിപ്പിക്കുന്ന കാര്യം, അതിന് നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ ആളുകൾക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കുറച്ച് പേർക്കുണ്ട്. ആ പുസ്തകം എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അതിനെക്കുറിച്ചറിയാം. ഞാനൊരു പള്ളിയിൽ ചെന്നു. പുതിയതായിട്ട് പണിഞ്ഞ പള്ളിയാണ്. ഞാൻ അച്ഛനോട് ചോദിച്ചു, എത്ര കുർബാനക്രമമുണ്ട് ഇവിടെ? അച്ഛൻ സന്തോഷത്തോടെ പറഞ്ഞു, 100 കുർബാനക്രമമുണ്ട് ഇവിടെ. ഞാൻ അച്ഛനോട് ചോദിച്ചു, എത്ര ചട്ടിയുണ്ട് ഇവിടെ? 3000 ചട്ടി. 3000 ചട്ടിയും 100 കുർബാനക്രമവും. ഇത് നമ്മുടെ സഭയുടെ ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇമ്പോർട്ടൻസ് ആരാധനയ്ക്കും ടീച്ചിങ്ങിനും കൊടുക്കുന്നില്ല. അത് നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ആ പ്രസ്ഥാനങ്ങൾ കൂടി കടന്നു വരുന്നവർക്ക് ഒരു ആത്മീയമായ ജീവിതം നയിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഇരുന്നു കൊണ്ടാണോ, കിടന്നുകൊണ്ടാണോ, നിന്നുകൊണ്ടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ പോയി. സന്ധ്യാപ്രാർത്ഥനയും പോയി, പ്രഭാത പ്രാർത്ഥനയും പോയി. എന്തുകൊണ്ട്? നമ്മുടെ ടീച്ചിങ് വളരെ 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 നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ആരോ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, നമ്മുടെ സഭ ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് അല്ല. അത് ഗ്രിഗോറി ശ്രീമേനിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് വളരെ വാസ്തവമാണ്. ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ആത്മീയ ശൈലി നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് പകരം പെരുന്നാളുകളും മഹാസമ്മേളനങ്ങളും അതിൽ കൂടി സംതൃപ്തി കണ്ടെത്താനായിട്ടുള്ള ഒരു രീതിയാണ്. ഈയിടെ ഒരു പള്ളിയിലെ പെരുന്നാളിന് വളരെ അലങ്കാരങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം എഴുതി വച്ചിട്ടുണ്ട്, അത് സംഭാവന ചെയ്ത ബാങ്കിൻ്റെ പേര്. വഴിനീളം എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ പെരുന്നാൾ നടത്തുന്നത് ഏതെങ്കിലും ഒരു ബാങ്കുകാരൻ്റെ പബ്ലിസിറ്റി കൊടുക്കാനായിട്ടാണോ? അങ്ങനെ ആയിപ്പോയി. നമ്മൾ സ്പോൺസറിങ് എന്നുള്ളൊരു എന്തും കാണിക്കാൻ ചോദിക്കാൻ ആളില്ല എന്നൊരവസ്ഥയായി തീർന്നിട്ടുണ്ട്. ഇത് വളരെ ആകുലകരമാണ്. നമ്മുടെ പോക്ക് ശരിയായിട്ടുള്ളൊരു പോക്കല്ല. നമ്മൾ ആത്മീയമായി വളരെ വളരെ ഉണരേണ്ടിയിരിക്കുന്നു, ജീവിക്കേണ്ടിയിരിക്കുന്നു, പറയേണ്ടിയിരിക്കുന്നു, പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആളുകൾ ജ്ഞാനമില്ലാതെ നശിച്ചു പോയാൽ
അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അതുകൊണ്ട് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കേണ്ടുന്നത് നമ്മുടെ ചുമതല. അവനനുസരിക്കുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. കർത്താവ് തന്നെ പഠിപ്പിച്ചിട്ടും മനുഷ്യന് മനസ്സിലായില്ല. അതുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതല, അവരനുസരിക്കുക എന്നുള്ളത് അവരുടെ ചുമതലയാണ്. ഈ ഒരു കാര്യമാണ് എനിക്ക് ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഈ കൂടിവരവ് അനുഗ്രഹത്തിനായി തീരട്ടെ. നമ്മുടെ സഭയ്ക്ക് ഒരു ആത്മീയമായ ഉത്തേജനവും പ്രകാശവും ലഭിക്കുന്ന സഭയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ധന്യമായ വാക്കുകളിലൂടെ ഈ സമ്മേളനത്തെ അനുഗ്രഹിച്ച അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയോടുള്ള വൈദിക സംഘത്തിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വിദ്യാഭ്യാസ വിചക്ഷണനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലറുമായ ആദരണീയനായ ഡോക്ടർ രാജൻ വർഗീസ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം നിർവഹിച്ച പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ വലിയ ബാവ, സന്ദേശം നൽകിയ അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത, വേദിയിലെ മറ്റ് പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ, വളരെ സന്തോഷത്തോടും അതിനുപരിയായ അഭിമാനത്തോടും കൂടിയാണ് ഇത്ര പ്രൗഢമായ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നു. ഒരുപക്ഷെ എനിക്ക് വീണ് കിട്ടിയ വലിയൊരു അവസരമായി ഞാനിതിനെ കരുതുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ രാജൻ ഗുരുക്കൾ സാറിൻ്റെ ഒരു പുവർ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എങ്കിലും എനിക്ക് പരിചയമുള്ള ഒത്തിരി വൈദികരും പിതാക്കന്മാരും ഈ വേദിയിലും സദസ്സിലുമുണ്ട്. ഇന്ന് ഈ സമ്മേളനത്തിൻ്റെ 3 ദിവസത്തെ സമ്മേളനത്തിൻ്റെ വിഷയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കാലത്തിൻ്റെ സൂചനകളെ തിരിച്ചറിയുക എന്ന ഒരു കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. ഞാൻ ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഞാൻ 26 വർഷത്തോളം അധ്യാപകനായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പലിനെ തിരഞ്ഞെടുക്കാൻ വരുന്ന സമിതിയിൽ പലപ്പോഴും കണ്ടിട്ടുള്ള മുഖമാണ് ജോഷു അച്ഛൻ്റെ. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ക്രൈസ്തവ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ദീപ്തമായ ഉദാഹരണമാണ് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. 1921 പെരിയാറിൻ്റെ തീരത്ത് തിരുവിതാംകൂർ മഹാരാജാവ് സൗജന്യമായി നൽകിയ 20 ഏക്കർ സ്ഥലത്ത് തുടങ്ങിയ കോളേജാണ്. ആ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഒത്തിരി വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വിദ്യാഭ്യാസ സ്ഥാപനം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് വൈദികരെയും സഭാ മേലധ്യക്ഷന്മാരെയുമാണ്. ആ ക്രൈസ്തവ ദർശനം അല്ലെങ്കിൽ അത്തരമൊരു വിദ്യാഭ്യാസ പദ്ധതി 1921 ആരംഭിച്ചത് അതിൻ്റെ അംശങ്ങൾ നിലനിർത്താൻ നമ്മൾക്ക് ഇപ്പോഴും പ്രയത്നിക്കേണ്ടിയിരിക്കും. കാരണം കേരളത്തിലെ തലയെടുപ്പുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ ചരിത്രം പൊതുസമൂഹത്തിൻ്റെ വലിയ ഇടപെടൽ, വലിയ നിക്ഷേപത്തിലൂടെ വളർന്നു വന്ന സ്ഥാപനങ്ങളായിട്ട് 1813 വൈദിക പഠനത്തിന് വേണ്ടി ആരംഭിച്ച കോട്ടയം CMS കോളേജ് ഇന്ന് തെക്കേ ഇന്ത്യയിലെ മതേതര വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമാണ്. പഴയ പ്രൗഢിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. 1813 തിരുവിതാംകൂർ മഹാറാണി സൗജന്യമായി നൽകിയ സ്ഥലത്താണ് ആ സ്ഥാപനം ആരംഭിക്കുന്നത്. പിന്നീട് വന്നിട്ടുള്ള രാജാക്കന്മാർ, റാണിമാർ ആ കോളേജിൻ്റെ ചിലവിന് വേണ്ടി സംഭാവനകൾ, പണം നൽകിയിട്ടുണ്ട്.
നമ്മൾക്ക് പലപ്പോഴും ഓർമ്മയിൽ വരുന്ന മറ്റൊരു ദൃശ്യം, കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, മൺട്രോത്തുരുത്ത്. 2000 ഏക്കർ സ്ഥലം CMS കോളേജിൻ്റെ നിത്യച്ചെലവിനായി അന്ന് ദാനമായി നൽകിയ ഭൂപ്രദേശമാണ്, ഒരു ദ്വീപ സമൂഹമാണ്. ഇന്നത് അന്യാധീനപ്പെട്ടു പോയിരിക്കാം. അല്ലെങ്കിൽ രാജഭരണകാലത്ത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണകൂടം എടുത്തിട്ടുള്ള തീരുമാനങ്ങളുടെ ഉദാഹരണങ്ങളാണ്. പിന്നീട് വന്ന ജനകീയ ഗവൺമെൻറ്റുകളും ഇതൊക്കെ പാലിച്ചിട്ടുണ്ട്. 1921 ആരംഭിച്ച യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൻ്റെ കഥ ഞാൻ പറയും. 22 സെൻറ്റ് ബെർക്കമാൻസ് കോളേജ് ആരംഭിക്കും. 1948 ആരംഭിച്ച MG കോളേജ് തിരുവനന്തപുരം സർക്കാർ സൗജന്യമായി നൽകിയത് 50 ഏക്കർ സ്ഥലത്താണ് അത് നിലനിൽക്കുന്നത്. കൊല്ലത്തെ SN കോളേജും അതേ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ്. 30 ഏക്കർ സ്ഥലം കണ്ടോൺമെന്റ് മൈതാനമാണ്. തലയെടുപ്പുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിൻ്റെ കൈ അഴിച്ചിട്ടുള്ള സംഭാവനകൾ നൽകി വളർന്നു വന്നതാണ്. അതിനൊരു കാരണമുണ്ട്. പൊതുസമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസൃതമായി ഈ മേഖലയിൽ നിക്ഷേപം നടത്താനും സ്ഥാപനങ്ങൾ നടത്താനും പല വിഭാഗങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പം അത്തരം ആശയങ്ങൾക്കൊന്നും വലിയ പ്രചാരമില്ല. അത് പയ്യന്നൂർ കോളേജാണെങ്കിലും മഞ്ചേരി കോളേജാണെങ്കിലും ഏത് തലയെടുപ്പുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും ഇത്തരം പൊതു നിക്ഷേപത്തിൻ്റെയും പൊതു ആസ്തികളുടെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും ചരിത്രമാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന ഡോക്ടർ E.T. മാത്യുവിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഫൈനാൻസിങ് പല ഘട്ടങ്ങളായി കടന്നു വന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോലെ തന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലും വൻപിച്ച മുതൽ മുടക്കാണ് സർക്കാരും പൊതുസമൂഹവും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 13,000-നടുത്ത് സ്കൂളുകളാണ്. 45 ലക്ഷം വിദ്യാർത്ഥികൾ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന ഒരു ഭൂപ്രദേശം ലോകത്തിൽ കാണില്ല. നമ്മുടെ ജനസംഖ്യ 3,33,00,000 ഉള്ളൂ. 55 ലക്ഷം വിദ്യാർത്ഥികൾ രാവിലെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്ന പ്രദേശമായി. കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ ചില തീരുമാനങ്ങൾ, മറ്റ് കാരണങ്ങൾ, പല കാരണങ്ങൾ കൊണ്ടും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. സ്കൂളുകൾ അൺഇക്കണോമിക് സ്കൂളുകളായി. ഇപ്പോഴും കേരളത്തിൽ ഏതാണ്ട് 45 ലക്ഷം വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളിൽ പോകുന്നു. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്കൂൾ തലത്തിലാണെങ്കിലും കോളേജ് തലത്തിലാണെങ്കിലും വലിയ നിക്ഷേപം, വലിയ വ്യാപനം നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ടാണ് കേരളം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമായി മാറിയത്. മലയാളി വിശ്വപൗരനായി മാറിയത് മലയാളി പൊതുസമൂഹം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നടത്തിയിട്ടുള്ള പൊതുനിക്ഷേപം കൊണ്ടാണ്. ഇതിന് ഈ ആശയഗതിക്ക് ഇപ്പം ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ, സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇത്തരം മുൻകാലങ്ങളിലെ നമ്മുടെ വിദ്യാഭ്യാസ ആശയങ്ങൾ ഒക്കെ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 12ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുന്നത് വിദ്യാഭ്യാസ പദ്ധതി എന്നാണ്. കാരണം 90,000 കോടി രൂപയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചത്. ഇതിനുള്ള കാരണമായി പറയുന്നത് ഇന്ത്യയിലെ യുവജനങ്ങളിൽ, അതായത് 18-നും 22-നും വയസ്സ് പ്രായമുള്ള നമ്മുടെ ജനസംഖ്യയുടെ 12.4% ആൾക്കാർക്ക് ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങളും. നമ്മൾ വിജ്ഞാന സമൂഹമാണെന്നൊക്കെ പറയും. ഒരു വിജ്ഞാന സമൂഹത്തിൽ ഒരു രാജ്യത്തിന്, ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ ജനത വിജ്ഞാന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന നിക്ഷേപം, അതിൻ്റെ ഫലമായി എത്ര ശതമാനം യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാൻ കഴിയുന്നു, ഇത് വികസനത്തിൻ്റെ പുതിയ അളവുകോലാണ്. അമേരിക്കയിൽ ഏതാണ്ട് 60% യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങളും, OECD രാജ്യങ്ങളിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഇത് 70-80%. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്, നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട് വിജ്ഞാന
കമ്മീഷൻ, ദേശീയ വിജ്ഞാന കമ്മീഷൻ പറയുന്നത് 2015 കൂടി ഇവിടെ എൻറോൾമെൻറ്റ് റേഷ്യോ GER, ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇവിടെ 12-ൽ നിന്ന് 15 ആകണം. 2020 കൂടി ഇത് 20% ആകണം. കാരണം യുനെസ്കോയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്തിന് വിജയകരമായി സാമ്പത്തിക വികാസത്തിന് തുടക്കം കുറിക്കണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ യുവാക്കളിൽ കുറഞ്ഞത് 20-25% ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരണം. ഇത് ലക്ഷ്യമാക്കിയിട്ടുള്ള പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇക്കാര്യത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. കേരളത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. കേരളം ഇന്ന് മനുഷ്യ വിഭവശേഷി വികാസത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളോടും കിടപിടിക്കുന്ന തരത്തിലാണ്. 1990-ൽ പുറപ്പെടുവിച്ച UNDP റിപ്പോർട്ടിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ വിഭവശേഷി വികാസത്തിൽ ഏതാണ്ട് മീഡിയം ലെവൽ ഡെവലപ്മെൻറ്റ് കൈവരിച്ച പ്രദേശമായിട്ടാണ് 90കളിൽ പോലും കേരളം അറിയപ്പെട്ടത്. ഇത് ആഗോളതലത്തിൽ തന്നെ ഇന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരനായി നോബൽ പ്രൈസ് ലഭിച്ച അമർത്യ സെൻ വികസനത്തെ അളക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആളോഹരി വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു ജനത കൈവരിക്കുന്ന സാമൂഹ്യ മേഖല നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണഗതിയിൽ സാമൂഹ്യ മേഖലാ നേട്ടങ്ങൾ സാമ്പത്തിക വികാസത്തിന് ശേഷം സംഭവിക്കുന്നത്. അതാണ് വികസിത രാജ്യങ്ങളുടെ ചരിത്രം. ആദ്യം കാർഷിക മേഖലയുടെ വികാസം, തുടർന്നുണ്ടാകുന്ന മിച്ചം മൂലധനം വ്യവസായത്തിൽ നിക്ഷേപിക്കുന്നു. വ്യവസായ പുരോഗതി 2ാം ഘട്ടം. വ്യവസായ പുരോഗതിക്ക് ശേഷം നമ്മുടെ സർവീസ് മേഖലയുടെ വികാസം. ഇതാണ് പരമ്പരാഗത സാമ്പത്തിക വികസന സൂത്രവാക്യം. പക്ഷേ ഇത്തരം തിയറികൾക്ക് വിരുദ്ധമായി കാര്യമായ കാർഷിക മേഖലാ വികാസമൊന്നുമില്ലാതെ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ വളർച്ച താഴോട്ടാണ്. വിരലിൽ എണ്ണാവുന്ന വ്യവസായങ്ങൾ മാത്രമുള്ള ഒരു പ്രദേശമാണ് കേരളം. എങ്കിലും നമ്മൾ സാമൂഹ്യ മേഖലാ വികാസത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇതിൻ്റെ കാരണം ഈ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ച ചില വിഭാഗങ്ങളുടെ, രാജകീയ ഭരണവും ജനാധിപത്യവും ഒക്കെ പറഞ്ഞെങ്കിലും ക്രൈസ്തവ സഭകൾ, സമുദായങ്ങൾ ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള വലിയ നിക്ഷേപം. നമ്മുടെ പള്ളികളോട് ചേർന്ന് വന്നിട്ടുള്ള സ്കൂളുകളെക്കുറിച്ച് നമുക്കറിയാം. പള്ളികളോട് ചേർന്ന് വന്നിട്ടുള്ള കോളേജുകളാണ്. ഏറ്റവും നല്ല ഉദാഹരണം മണർകാട് കോളേജ് തന്നെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച പൈസയുടെ ഒരു പങ്ക് ഉപയോഗിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ കോളേജ് കോഴിക്കോട്ട് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അരുവിത്തറ കോളേജ്, എടത്തുവ കോളേജ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തിൽ വലിയ സംഭാവന നൽകി മുന്നോട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ കേരള സമൂഹത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മനുഷ്യ വിഭവശേഷിയുടെ വികാസത്തിൻ്റെ ഈ തലത്തിൽ എത്തിച്ചത് നമ്മുടെ ഒക്കെ ഇടപെടലാണ്, ക്രൈസ്തവ സഭയുടെ ഇടപെടലാണ്. പക്ഷേ ഇതിനൊരു തിരിച്ചടി നേരിട്ട കാലഘട്ടമാണ്. ഇന്ന് വികസനത്തിൻ്റെ സൂത്രവാക്യം സർക്കാരിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് നമ്മൾ എപ്പോഴും വായിച്ചാൽ മനസ്സിലാവും. അതേസമയം അടുത്ത കോളത്തിൽ തന്നെ വാർത്തയുണ്ട്, ആഭ്യന്തര ഉൽപ്പാദനം 10% വർദ്ധിക്കുന്നു. GDPയുടെ ഗ്രോത്ത് റേറ്റ് വളരെ കൂടുതലാണ്. GDPയുടെ 1% ഇപ്പോഴത്തെ വിലയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 84,000 കോടി രൂപ വരും. വിദ്യാഭ്യാസത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഘട്ടം ഘട്ടമായി GDPയുടെ 6% നിക്ഷേപിക്കാനാണ്. ഇപ്പോൾ ഏതാണ്ട് 3% അടുത്ത കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഈ മേഖലയിലെ മൊത്തം ചിലവുകൾ വരുന്നുള്ളൂ. GDPയുടെ 1% വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പല വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാം. ഞാൻ സൂചിപ്പിച്ചത് പുതിയ വികസന മന്ത്രമാണ്, ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. സർക്കാരിൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് സ്വകാര്യ മേഖല വരട്ടെ, അവർ നിക്ഷേപം നടത്തട്ടെ, ഒരു നിശ്ചിത കാലഘട്ടത്തിൽ അതിൻ്റെ ഫലങ്ങൾ അവരെടുക്കട്ടെ, ലാഭമെടുക്കട്ടെ, തിരിച്ച് സർക്കാരിന് മടക്കി നൽകുക. ഇത്തരമൊരു പദ്ധതിയുടെ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ പശ്ചിമ കൊച്ചിയിൽ ചെന്നാൽ മതി. അവിടുത്തെ ഒരു ഗ്യാമൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കമ്പനി പണിതിട്ടുള്ള ഒരു പാലമുണ്ട്, മട്ടാഞ്ചേരി പുതിയ പാലം. അതിൽ കൂടി കടന്നു പോകാൻ വളരെ ഉയർന്ന നിരക്കിലുള്ള ടോൾ നൽകണം. ഇന്നത് വിവാദമാണ്.
അതിൻ്റെ കരാറിനെ കുറിച്ച് തന്നെ. അപ്പം വികസനത്തെക്കുറിച്ചുള്ള പുതിയ നമ്മളുടെ സങ്കല്പനങ്ങൾ ഒരുപക്ഷെ പൊതുസമൂഹത്തിൻ്റെ ആസ്തികളിൽ കെട്ടിപ്പടുത്ത പല സ്ഥാപനങ്ങളും നമുക്ക് നഷ്ടപ്പെടാനിടയാകും. സ്വകാര്യ മേഖല നിക്ഷേപിച്ച് ലാഭം കൊയ്ത് പൊതുസമൂഹത്തിന് നൽകുന്നതാണ് ഇപ്പോഴത്തെ സൂത്രവാക്യമെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്നത് ഇതിന് നേരെ വിപരീതമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ മന്ത്രാലയവും മന്ത്രിയും ഒക്കെ ഉണ്ടായ രാജ്യമാണ്. സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള പൊതു ആസ്തികളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അത് നമ്മൾ നല്ല രീതിയിൽ വിറ്റു, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, അത്ര സ്പീഡിലല്ലെങ്കിൽ പോയി. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുമ്പോൾ അല്പമെങ്കിലും പൈസ മാർക്കറ്റിൻ്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പോലും ഖജനാവിൽ വരും. പക്ഷേ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ പൊതു ആസ്തികൾ നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിന് തന്നെ വലിയ നഷ്ടമാണ്. അല്ലെങ്കിൽ ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫറിൻ്റെ വിപരീതമാണ് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത്. പൊതുസമൂഹം കെട്ടിപ്പടുത്ത ആസ്തികൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെയും സമുദായത്തിൻ്റെയും യൂണിവേഴ്സിറ്റികളുടെയും ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച സ്ഥാപനങ്ങൾ ഇപ്പോൾ അവർക്ക് യഥേഷ്ടം ഇത്തരം ആസ്തികൾ, പൊതു ആസ്തികൾ വിനിയോഗിക്കാം. അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ കെട്ടിപ്പടുത്ത പൊതു ആസ്തികൾ പൊതുസമൂഹത്തിന് നഷ്ടപ്പെടുന്നു. ഇതൊരു തരം നിശബ്ദ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒരുപക്ഷെ ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും വലിയ നിക്ഷേപമുള്ള മേഖല നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ്. ഈ മേഖല നമ്മുടെ കയ്യിൽ നിന്നും പോയാൽ, ഇവിടെ ബഹുമാനപ്പെട്ട ആദരണീയനായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു, കുടുംബത്തിലെയും സമൂഹത്തിലെയും പ്രശ്നങ്ങൾ, ഒരുപക്ഷെ അത്തരം പ്രശ്നങ്ങളെ ഒറ്റപ്പെട്ട രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമേ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ നമ്മൾക്ക് പരിഹരിക്കാൻ കഴിയും. മൂല്യബോധമുള്ള വിദ്യാർത്ഥിയെ സൃഷ്ടിക്കണം നമ്മുടെ ലക്ഷ്യമാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് എത്ര മൂല്യബോധത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും? അവൻ്റെ പ്രധാന ഉദ്ദേശം ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവൻ്റെ ലോൺ തിരിച്ചടക്കുക. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ലോകത്തിൽ മുഴുവനുള്ള ആശയം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവ് പൂർണ്ണമായി ഒരു രാജ്യത്തും വഹിക്കുന്നു. അമേരിക്കയിലും ഫ്രാൻസിലുമൊക്കെ ഏതാണ്ട് 15-20% വരെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവുകൾ വിദ്യാർത്ഥികൾ വഹിക്കുന്നു. ബാക്കി ചിലവുകൾ സർക്കാരും മറ്റ് ട്രസ്റ്റുകളും ഫണ്ടുകളും ഒക്കെയാണ്. ഒരുപക്ഷെ മൂല്യബോധമുള്ള വിദ്യാർത്ഥിയെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ, മാതാപിതാക്കളെ നോക്കുന്ന മക്കൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ഒരുപക്ഷെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നമുക്ക് വീണ്ടും ഒരു ഇടപെടൽ അനിവാര്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ളത് കേരളത്തിലാണ്. തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് കണക്കുകൾ അനുസരിച്ച് 200 വൃദ്ധസദനങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പോപ്പുലേഷൻ കൂടുതലുള്ള പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലാണ് ഇത്തരം വൃദ്ധസദനങ്ങൾ കൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് മലയാളി വിശ്വപരനായി ഇവിടെ നിന്ന് പല പ്രദേശങ്ങളിലോട്ട് പോയി. പക്ഷെ കുടുംബ ബന്ധങ്ങളിൽ നമ്മളെ ഔന്നത്യങ്ങളിൽ എത്തിച്ച, നമ്മളെ വിദ്യാർത്ഥികളെ മിടുക്കന്മാരായി പട്ടണങ്ങളിലും അതിനപ്പുറം വിദേശത്തും എത്തിച്ച നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ കടന്നു വന്ന ആ പടികൾ, അത് സംബന്ധിച്ച തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് മുൻകാലങ്ങളിൽ എങ്ങനെ സഭ ഇടപെട്ടോ, എങ്ങനെ നിക്ഷേപം നടത്തിയോ, എങ്ങനെ ശക്തമായി നേതൃത്വം നൽകിയോ, അത്തരമൊരു നേതൃത്വത്തിന് ഈ വിദ്യാഭ്യാസ രംഗത്തെ തിരിച്ചു പിടിച്ചാൽ നമ്മൾ ഇന്ന് സൂചിപ്പിച്ച മറ്റ് പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ പല പ്രശ്നങ്ങളും അവരുടെ മാതാപിതാക്കൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഇന്ന് ഏറ്റവും വലിയ യുദ്ധക്കളം നമ്മുടെ കുടുംബങ്ങളിലാണ്. വിദ്യാർത്ഥികളുടെ മുകളിൽ, കുട്ടികളുടെ മുകളിൽ ഈ പൊതുസമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് പരസ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി വരുന്ന കോഴ്സുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങളും സൃഷ്ടിക്കുന്ന സമ്മർദ്ദം, ഇത് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തെ വളരെ കാര്യമായി പ്രതികൂലമായി ബാധിച്ചു. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ മാറ്റം വേണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ പുതിയ ഒരു തിരിച്ചറിവ്,
കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ കഴിയുന്ന രീതിയിൽ ഉള്ള വിദ്യാഭ്യാസ പദ്ധതിയിൽ ഇടപെടാൻ സഭയ്ക്ക് കഴിയണം. ഇത്തരം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ തിരിച്ചറിവാണ് ഒരുപക്ഷെ ഈ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മളെ നയിക്കാൻ പോകും. ഒരുപക്ഷെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവിൻ്റെ സാമൂഹ്യവൽക്കരണമാണ്. നമുക്ക് പൊതുകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ തെളിമയാർന്ന ദർശനങ്ങളുണ്ട്. ഇത്തരം അറിവും ഇത്തരം ദർശനങ്ങളും പൊതുസമൂഹത്തിൻ്റെ ചെറുപ്പക്കാരുടെ അറിവായി നമുക്ക് മാറ്റാൻ കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രിക ലക്ഷ്യം ലോകത്ത് എവിടെയാണെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ: നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക. നല്ല മനുഷ്യനെ സൃഷ്ടിക്കണമെങ്കിൽ അറിവിൻ്റെ സാമൂഹ്യവൽക്കരണമാണ്. അറിവിൻ്റെ സാമൂഹ്യവൽക്കരണം മറ്റൊന്നുമല്ല, അത് ജനാധിപത്യവൽക്കരണമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിനെ സ്ഥായിയായ നേട്ടങ്ങൾ ഉണ്ടാക്കി സുസ്ഥിര വികസനത്തിലൂടെ മുന്നേറാൻ കഴിയും. അമർത്യ സെന്നിൻ്റെ ഒരു പുസ്തകത്തിൽ തന്നെ ഇത് പറയുന്നുണ്ട്. ഫ്രീഡം ആസ് ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, സ്വാതന്ത്ര്യം തന്നെയാണ് വികസനം. അപ്പം ഇത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിനും പൊതു ചെറുപ്പക്കാർക്കും പകർന്നു കൊടുക്കാൻ വിദ്യാഭ്യാസ രംഗത്ത് ഒരു തിരിച്ചുവരവിന്, പുനർവിചിന്തനത്തിന് നമ്മൾ വിധേയരാകണം. ഒരു ആത്മപരിശോധനയോടുകൂടി ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരെ, ബഹുമാനപ്പെട്ട വൈദികരെ എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വൈദിക സംഘത്തിൻ്റെ ആദരപൂർവമായ നന്ദി. അടുത്തതായി ഈ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുമ്പമൺ ഭദ്രാസന അധിപനും സഭാ പരിസ്ഥിതി കമ്മീഷൻ്റെ ചെയർമാനുമായ അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലീത്തായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉണ്ടായിരിക്കട്ടെ. ഈ മഹൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവാ തിരുമേനി, എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിച്ച വിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവാ തിരുമേനി, ഈ സംഘടനയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിമന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, മറ്റ് സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, നമുക്കിന്ന് മുഖ്യപ്രഭാഷണം നൽകി അനുഗ്രഹിച്ച ഡോക്ടർ ജാജൻ വർഗീസ് അവർകൾ, നമ്മുടെ ഏവരുടെയും ശ്രേഷ്ഠ ഗുരുവായ ബഹുമാനപ്പെട്ട ടി ജെ ജോഷാച്ചൻ, വന്യ കോറപ്പിസ്കോപ്പന്മാരെ, വന്യ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കട്ടെ. ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നുള്ള കാര്യം ആദ്യമേ അറിയിക്കട്ടെ. 3 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രമേ ഇത് കൂടുന്നുള്ളൂ പോരായോ എന്ന് എനിക്ക് തോന്നുന്നു. വർഷത്തിലൊരിക്കലെങ്കിലും ഒന്നിച്ചു കൂടുവാൻ, ഇതുപോലെ ഒന്നിച്ച് പരിചയം പുതുക്കുവാൻ അവസരം ലഭിച്ചാൽ കൂടുതലത് പ്രയോജനകരമായിരിക്കുമെന്ന് ആഗ്രഹം ആദ്യമേ പ്രകടിപ്പിക്കട്ടെ. പാരമ്പര്യവും പരിഭാവനതയും ഒത്തിണങ്ങിയ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹത്വത്തിൻ്റെ പ്രതീകമാണ് ഈ വൈദിക മീറ്റിങ്ങിലൂടെ പ്രകടമായിരിക്കുന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. രക്ഷയും മഹത്വവും സംവേദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന നിർദ്ദേശങ്ങളും വിലയിരുത്തലുകളുമാണ് ഈ സമ്മേളനത്തിലൂടെ ലഭിക്കേണ്ടത്. പരസ്പരം കാണുവാനും പരിചയം പുതുക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനുമുള്ള അവസരം കൂടിയാണിത്. മലങ്കര സഭ കാതോലിക്ക സ്ഥാപനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ നൂതന ദർശനത്തോട് ഉള്ള ഒരുക്കത്തോടും സഭയുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുവാനുമുള്ള ശക്തി നാം നേടണം. സഭയുടെ ഭാവിയും ദൗത്യ നിർവഹണവും ഒരു പരിധിവരെ നമ്മുടെ ദൈവഹിതാനുസൃതമായ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ചില മേഖലകളിൽ തർക്കങ്ങളും ഭിന്നതകളും ഉണ്ടെങ്കിലും അതിനപ്പുറമുള്ള പ്രകാശവലയം നമ്മുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കണം. പരിശുദ്ധന്മാരും ശ്രേഷ്ഠരുമായ പിതാക്കന്മാർ ജീവിച്ച് പ്രവർത്തിച്ച് കടന്നുപോയ നമ്മുടെ സഭ അനുസ്യൂതമായൊരു വറ്റാത്ത ഉറവ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പ്രവാഹത്തിന് തടസ്സമായവയെ
നീക്കി കളയുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. ഒഴുകി വരുന്ന ജലത്തെ പറ്റി ഭാരപ്പെടേണ്ടതില്ല. വലിയ ഇടയൻ്റെ കരവലയത്തിലെ ചെറിയ ആട്ടിൻകൂട്ടം മൂല്യമേറിയതാണ്. ഇടയദർശനം സേവനത്തിലേക്കും സ്നേഹത്തിലേക്കും നമ്മെ നയിക്കണം. മാനവവർഗത്തോടും പരിസ്ഥിതിയോടും പ്രസരിപ്പിൻ്റെ നന്മ നിറഞ്ഞ ഹരിതശോഭ പുലർത്തുവാൻ നമുക്ക് കടപ്പാടുണ്ട്. വെണ്മയിലെ വെണ്മയും നന്മയുടെ സത്തയും സമർപ്പണത്തിലെ ആത്മാർത്ഥതയും പ്രാർത്ഥനയിലെ അനുകമ്പയും നമുക്ക് പുതിയൊരു വാതായനം തുറന്നു തരണം. ഇടവകയും ഭദ്രാസനവും പരിശുദ്ധ സഭയുടെ ഭാഗമാണെന്ന ബോധം നമ്മെ ഭരിക്കേണ്ടതാണ്. ഇടവകയ്ക്കായി പ്രവർത്തിക്കുമ്പോഴും അതിൽ നിന്നും പ്രസരിക്കുന്ന ആത്മീക ഉണർവ് ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനുമായി ആക്കുവാനും നമ്മൾ സഹായിക്കേണ്ടതാണ്. സഭയുടെ പരിപക്വമായ വിശുദ്ധമായ ദൈവകൃപയിൽ നിറഞ്ഞതായ സംരക്ഷണം നമുക്കുണ്ട്. നമുക്ക് വിലയും നിലയും നൽകുന്ന പരിശുദ്ധ സഭയെ അവസാന തുള്ളിയും നൽകി സംരക്ഷിക്കുവാനുള്ള കടപ്പാടും നമുക്കേവർക്കും ഉണ്ട്. നമ്മളാരും സഭയിൽ നിന്ന് ഇതരരല്ല. സഭയിൽ നിന്നും മാറി നിൽക്കാൻ ആവുകയുമില്ല. സഭ എന്ത് നൽകി എന്നതിനേക്കാൾ സഭയ്ക്ക് എന്ത് നൽകാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ടതാണ്. വാട്ട് ഈസ് അവർ കോൺട്രിബ്യൂഷൻ? സമയമാകാം, പണമാകാം, മറ്റ് സ്വഭാവ വിശേഷതകളാകാം. അങ്ങനെ നമ്മൾ ആർജിച്ചതും നമുക്ക് സ്വയമേ ലഭിച്ചിട്ടുള്ളതുമായ എല്ലാം ഈ സഭയ്ക്കും സമൂഹത്തിനും നൽകേണ്ടതാണ്. നമ്മുടെ സഭയുടെ സമാധാനത്തിനായി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും താല്പര്യത്തോടെ സഹിക്കേണ്ടതാണ്. സഭയിലെ പുരോഹിതന്മാരാകുവാൻ ലഭിച്ച അവസരം ഭാഗ്യമായി തന്നെ കാണണം. നമ്മുടെ പ്രവർത്തന മേഖലയിൽ ദൈവസ്വരം കേൾക്കുവാനും ദൈവത്തെ കാണുവാനും സാധിക്കുന്നില്ലെങ്കിൽ നാം സ്വയം വിലയിരുത്തലിന് വിധേയരാകേണ്ടതാണ്. നമുക്ക് മുൻപിൽ വെല്ലുവിളികൾ ഉണ്ട്. അതിനെ അതിജീവിക്കുവാൻ ഉള്ള ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂദാശകൾ അനുഷ്ഠിക്കുന്നതിലുള്ള സംതൃപ്തി, നന്മ പ്രവർത്തിക്കുന്നതിലുള്ള മാനസിക സ്ഥിരത, ഇവയൊക്കെ നമ്മിൽ ഉണ്ടാകേണ്ടതാണ്. ഈ സമ്മേളനം നമുക്കൊരു ഉണർവ് പ്രദാനം ചെയ്യുന്നു. സീനിയേഴ്സായിട്ടുള്ളവരും ജൂനിയേഴ്സായിട്ടുള്ള വൈദികർ തമ്മിൽ ആശയവിനിമയം നടത്തുവാനും കാണുവാനും നമ്മുടെ പരിചയം പുതുക്കുവാനും ലഭിച്ച ഈ സന്ദർഭം കഴിയുന്നതും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രാർത്ഥനയാൽ ധന്യമായ ഈ സ്ഥലത്തിൻ്റെ പാവനത ഈ സമ്മേളനത്തിന് എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുവാൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ ആശംസാ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഒരിക്കൽ കൂടി അനേകം കാലത്തിൻ്റെ സൂചനകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒത്തിരി അനുഭവങ്ങളൊന്നും അയവിറക്കുവാൻ അവസരമല്ല. എങ്കിലും ദേവാലയങ്ങളിൽ കാണുന്ന ഇതുപോലെയുള്ള സൂചനകൾ ഈ വിവേകത്തോടു കൂടി ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം നമുക്കുണ്ടാകേണ്ടതാണ്. ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ദുസ്ഥിതി വളരെയാണെന്നുള്ളത് ശരിയാണ്. ഈ പരിമലയായാലും പള്ളികളിലായാലും ആധുനികതയുടെ അല്ലെങ്കിൽ പുതിയ പലവിധ കണ്ടുപിടുത്തങ്ങളുടെ അതിപ്രസരങ്ങൾ നമ്മെ ആവഹിച്ചിരിക്കുകയാണ്. ഒരു പള്ളിയിൽ ഞാൻ നേരിട്ടത് ഒരു 1000 വോൾട്ടുള്ള അനവധി ക്യാമറകളുടെ ഉഗ്രമായ ചൂട് നമുക്കൊക്കെ അനുഭവമുള്ളതാണ്, പറയേണ്ടതില്ല. അതിനുശേഷം അവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ
ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ വൈദികരല്ല ഞങ്ങളും ചിലപ്പോൾ പരിശുദ്ധ ബാബ തിരുമേനിമാരും ഒക്കെ എത്രയേറെ വിഷമിക്കുമെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അടുത്ത ഇടയിൽ ഒരു വൈദികൻ പ്രസ്താവിക്കുന്നത് കേട്ടു, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് മാത്രം ഫോട്ടോ എടുത്താൽ മതി, മൊബൈലുകളെല്ലാം ഓഫ് ചെയ്ത് അവിടെ നിൽക്കണമെന്ന്. ഇങ്ങനെ പ്രസ്താവനകൾ അനേകം കേൾക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അരോചകമാകാം. ഇതൊക്കെ കാലത്തിൻ്റെ ചില സൂചനകളാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമുക്കാർക്കും തന്നെ നിയന്ത്രിക്കാൻ പാടില്ലാത്ത ചില രംഗങ്ങളുണ്ട്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുവാനും കൂടി ഉള്ള ഒരു അവസരമാണിതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ അവസരം ലഭിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഭാരവാഹികളോട് പ്രത്യേകം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറി തോമസ് സമയിലച്ഛൻ്റെ അക്ഷീണ പരിശ്രമം ഇതിൻ്റെ പിൻപിൽ ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. ഭദ്രാസന വൈദിക സംഘ സെക്രട്ടറിമാർ, അവരുടെ സഹപ്രവർത്തകർ, എല്ലാ വൈദികരും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് സഹകരിച്ചു എന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു കാര്യം കൂടി അറിയിക്കുവാണ്ട്, ആർക്കെങ്കിലും ചെടിത്തൈകളോ മരത്തൈകളോ ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ പരുമല എത്തിക്കണമെങ്കിൽ പരുമല എത്തിച്ചു തരാം. മറ്റെങ്ങും എത്തിക്കുവാൻ തക്കമുള്ള സൗകര്യം ഇപ്പോഴില്ല. ആവശ്യമുണ്ടെങ്കിൽ അത് പരിസ്ഥിതിയുടെ ഒരു ദിവസങ്ങളായതുകൊണ്ട് അറിയിച്ചു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ അതിന് സൗകര്യമുണ്ടെന്നും കൂടി അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ ബാവാ തിരുമേനി, പരിശുദ്ധ പൗലോസ് ദിദിയൻ ബാവാ തിരുമേനി, മുഖ്യപ്രഭാഷകൻ ഡോക്ടർ രാജൻ വർഗീസ്, ഗുരുസ്ഥാനീയനായ ജോഷുവാച്ചൻ, അഭിവന്യരായ പിതാക്കന്മാരെ, വന്യരായ കോറപ്പിസ്കോപ്പന്മാരെ, വന്യരായ എറമ്പാച്ചന്മാരെ, മറ്റു വന്യവൈദികരെ, ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാം അടിവരയിട്ടുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നിറവേറ്റതാണെന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു സംഗതിയാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങളിപ്പോൾ 33 മെത്രാപ്പോലിത്തന്മാരുണ്ട്. പരിശുദ്ധ 2 ബാവാതിരുമേനിമാരും ഉൾപ്പെടെ 33 പേരുണ്ട്. ഈ 33 പേരും വന്യരായ വൈദികരുമായിട്ടുള്ള ബന്ധം ഇന്ന് ഒത്തിരി ഒലഞ്ഞിരിക്കുക. ഞാൻ 1974 ഫെബ്രുവരി 2 വൈദികനായത്. ആ കാലയളവിലുണ്ടായിരുന്ന ഈ ബന്ധം ഇന്ന് വളരെ കുറഞ്ഞുപോയി എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. 3 വർഷത്തിലൊരിക്കൽ കൂടിയാലും വർഷത്തിലൊരിക്കൽ കൂടിയാലും എങ്ങനെയൊക്കെ കൂടിയാലും ഈ ബന്ധം എങ്ങനെ സുദൃഢമാക്കാമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഓരോ മെത്രാസനത്തിനും മെത്രാപ്പോലിത്തന്മാരുണ്ട്. ആ മെത്രാപ്പോലിത്തന്മാരും ആ മെത്രാസനത്തിലെ വൈദികരും തമ്മിലുള്ള ബന്ധമൊക്കെ എങ്ങനെ ഇരിക്കുന്നെന്ന് ഞങ്ങൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ടതാണ്. ആ ആത്മശോധന ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും മനോഹരമായി തീരുകയുള്ളൂ. വൈദികരും മെത്രാപ്പോലിത്തന്മാരുമായിട്ടുള്ള ബന്ധം സുദൃഢമാകണം. അത് സ്നേഹത്തിൻ്റേതാകണം, അധികാരത്തിൻ്റേതാകരുത്. പലപ്പോഴും അധികാരത്തിൻ്റെതായ ഭാഷയിൽ പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അതിനൊരു വ്യത്യാസം വരാനായിട്ട് നമ്മളെല്ലാവരും കൂട്ടായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് മുൻതൂക്കം കൊടുക്കേണ്ടത് മെത്രാപ്പോലിത്തന്മാരാണ്. അതിനുശേഷം വൈദികർ അവരോടുകൂടെ സഹകരിച്ച് എല്ലാ കാര്യങ്ങളും മനോഹരമാക്കുമ്പോൾ സഭ മുഴുവനും വളരെ ഉന്നതമായ വളർച്ചയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യത്തിന് നേരെ ആരും കണ്ണടച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടി അഭിവന്യരായ പിതാക്കന്മാരും വന്യരായ വൈദികരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ. ഈ ഓർത്തഡോക്സ് വൈദിക സംഘത്തിന് എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് എല്ലാ പ്രാർത്ഥനകളും അറിയിപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രഭാഷണം നടത്തിയ ഡോക്ടർ രാജൻ വർഗീസ് വൈദിക ശ്രേഷ്ഠരെ, വളരെയധികം ദീർഘമായ ഒരു സമ്മേളനത്തിൽ ആശംസകൾ ഇനി അർപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള പരിപൂർണ ബോധ്യം എനിക്കുള്ളതുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും ആദ്യമായി നേരുകയാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഓർപ്പെടുത്തുവാനുള്ളത്. വളരെ പ്രയോജനപ്രദമായ ഒരു
തീമാണ് നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ഒന്ന്, നാം നമ്മുടെ ദൈവബോധം വളർത്തണം. നമ്മുടെ ദൈവബോധം വളർത്താതെ നമുക്കൊരിക്കലും കാലങ്ങളെ തിരിച്ചറിയുവാൻ, കാലങ്ങളുടെ അടയാളങ്ങളെ തിരിച്ചറിയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും സുതാര്യമാക്കി തീർക്കുവാനും ആഴമുള്ളതാക്കി തീർക്കുവാനും ശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമതായി എനിക്ക് ഓർപ്പെടുത്തുവാനുള്ളത്. രണ്ടാമത്, നാം ജീവിക്കുന്ന ലോകത്തിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായ സ്ഥിതി, അത് തിന്മയാകാം നന്മയാകാം എന്തുമാകട്ടെ, അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ള ഒരു ഉൾപ്രകാശം നമുക്കുണ്ടാകണം. നമുക്ക് യാതൊരു സ്വാർത്ഥതയുമില്ലാതെ, യാതൊരു മുൻവിധിയും കൂടാതെ നമ്മുടെ മുമ്പിൽ നടക്കുന്ന, നമ്മുടെ ലോകത്ത് നടക്കുന്ന, നമ്മുടെ സഭയിൽ നടക്കുന്ന, നമ്മുടെ ഇടവകളിൽ നടക്കുന്ന, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി എനിക്ക് ഓർപ്പെടുത്തുവാനുള്ളത്. അതിന് ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളതും അതിനാരും ഒരുപക്ഷെ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളതും ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം. മൂന്നാമതായി എനിക്ക് ഓർപ്പെടുത്തുവാനുള്ളത്, ഈ കാലങ്ങളെ നമ്മൾ ഈ അടയാളങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനോട് യഥാർത്ഥത്തിൽ പ്രതികരിക്കുവാൻ, ശരിയായ വിധത്തിൽ പ്രതികരിക്കുവാൻ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കുമെങ്കിൽ അതായിരിക്കും പൗരോഹിത്യ ധർമ്മം. അങ്ങനെയുള്ള ഒരു പൗരോഹിത്യ ധർമ്മത്തിന് നമുക്ക് ഈ സമ്മേളനം ശക്തി നൽകട്ടെ, ഉണർവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അടുത്തതായി ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റും തിരുവനന്തപുരം ഭദ്രാസന അധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്തുതി. പരിശുദ്ധ വലിയ ബാവ തിരുമേനി, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് രണ്ടാമൻ തിരുമേനി, നമ്മുടെ ഈ വൈദിക സംഘത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിൽ ഇന്ന് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ പ്രോ വൈസ് ചാൻസലർ ശ്രീ രാജൻ വർഗീസ്, വന്യ പിതാക്കന്മാരെ, ഗുരുസ്ഥാനീയരെ, വൈദിക ശ്രേഷ്ഠരെ, ഒരു വേദഭാഗം ഇതുവരെ വായിച്ച് കേട്ടില്ല, അതുകൊണ്ടിപ്പം വായിച്ചേക്കാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽമുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. കാലത്തിൻ്റെ സൂചനകൾ തിരിച്ചറിയാനും സുവിശേഷത്തിൽ അധിഷ്ഠിതവും പിതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ ആശ്രയിച്ചും കൊണ്ട് നമ്മൾ നമ്മളുടെ ദൗത്യനിർവഹണം നടത്തി നമ്മൾ നമ്മളുടേതായ കയ്യൊപ്പ് ചാർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരം അടയാളപ്പെടുത്തലുകളിൽ, കാലത്തിൽ നമ്മൾ ചെയ്യുന്ന സ്വാധീനങ്ങളിൽ തീർച്ചയായും ശുദ്ധീകരണത്തിൻ്റെ സാന്നിധ്യമായും പ്രകാശിപ്പിക്കുന്ന സാന്നിധ്യമായും തിരുത്തുന്ന സാന്നിധ്യമായും രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമായും ദൈവതിരുസന്നിധിയിലും ദൈവമക്കളുടെ മുൻപാകെയും ശുശ്രൂഷ ചെയ്യുവാനാണ് നമ്മളുടെ വിളി. യഹോവയെ നിങ്ങൾ അറിഞ്ഞില്ല, ന്യായപ്രമാണം പഠിപ്പിക്കുന്നവർ യഹോവയെ പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണം മറ്റുള്ളവരെ ദൈവം ആരെന്ന് പഠിപ്പിച്ച് അറിയിപ്പിക്കുന്നവരാണ്, അവർ സ്വയം അറിഞ്ഞില്ല. ഇടയന്മാർ അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരായി,
പ്രയോജനമില്ലാത്ത ശുശ്രൂഷ അത് എന്നിൽ നിന്നോ നമ്മളിൽ നിന്നോ ഒരിക്കലും ഉണ്ടായിക്കൂടാ. പ്രയോജനമില്ലാത്തവയോടും പ്രയോജനമില്ലാത്ത പ്രവണതകളോടും ചേർന്ന് നടക്കുന്നത് ഞാനിവിടെ നിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടല്ല, ഒരു സംഘം എന്നുള്ള നിലയിൽ, പൗരോഹിത്യ സംഘം എന്നുള്ള നിലയിൽ നമ്മൾ എവിടെയാണ് ചേർന്ന് നടക്കുന്നതെന്ന് നിർണയിക്കുവാൻ തീർച്ചയായും ഈ ദിവസങ്ങളിൽ നടക്കുന്ന ആലോചനകൾ സഹായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പുരോഹിതൻ അഭിഷിക്തനാകുമ്പോൾ 2 മുട്ടുകളും മടക്കി ദൈവ സിംഹാസനത്തിന് മുൻപാകെ നിന്ന് പരിശുദ്ധാത്മ നിവാസത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മളുടെ പട്ടംകൊട പുസ്തകത്തിൽ പറയുന്നു അതിൻ്റെ പൊരുൾ. 2 മുട്ടുകളും മടക്കിയിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ മദഖിയോനോ മനോഹ്രോനോ ആയതുകൊണ്ടാണ്. മദഖിയോനോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിൻ്റെ അർത്ഥം മദഖിയോനോ വെടിപ്പാക്കുന്നവരും മനോഹ്രോനോ ശോഭിപ്പിക്കുന്നവരും പ്രകാശം നൽകുന്നവരും ആയിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ദൈവമക്കളെ മുഴുവനും സാക്ഷി നിർത്തി ത്രോണോസിൻ്റെ മുൻപാകെ മുട്ടുകൾ മടക്കി നിന്ന് ദൈവകൃപ യാചിക്കുന്നത് എന്ന് തീർച്ചയായും എല്ലാ സ്ഥാനികളും ഈ മുട്ടുമടക്കലിലൂടെയാണ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ചും പൗരോഹിത്യ ശുശ്രൂഷയിൽ മദഖിയോനോ എന്ന് പറഞ്ഞാൽ ആ മീം എന്ന പ്രയോഗത്തിന് അതിന് ഇംഗ്ലീഷിൽ ഇറ്റ്സ് എ ലൊക്കേറ്റീവ് നുവാൻസ് ഉണ്ട്. അതിന് ഭാഷയിൽ സുറിയാനി ഭാഷയിലും എബ്രായ ഭാഷയിലും ബേഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻസ്ട്രുമെൻ്റലാണ്. എന്നാൽ മീം വരുന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ നുവാൻസ് സവിശേഷമായ അർത്ഥം, ഇറ്റ് ഈസ് വയർ യു ഫൈൻഡ് ദ പ്യൂരിഫയിങ് പ്രസൻസ്. അവിടെ അങ്ങനെ ഒരു സാന്നിധ്യം നമ്മളുടെ സമൂഹത്തിൻ്റെ മുൻപാകെ അങ്ങനെ ഒരു ഇടമുണ്ടാക്കാൻ, നമ്മളിൽ ഒരിടമുണ്ടാകാൻ, ഒരു ലൊക്കേഷൻ ഉണ്ടാകാൻ, ലൊക്കേഷൻ ഉണ്ടാകാൻ, അങ്ങനെ ഒരു സാന്നിധ്യമായി തീരാൻ, ശുദ്ധീകരിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന, തിരുത്തുന്ന, രൂപാന്തരപ്പെടുത്തുന്ന സാന്നിധ്യമായി തീരാൻ ദൈവം തമ്പുരാൻ നമ്മളുടെ ഈ ദിവസങ്ങളിൽ ആലോചന സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരു പക്ഷേ എൻ്റെയും കൂട്ടായ ഒരു ചർച്ചയ്ക്ക് ഒരു ചെറിയ വിഷയം വെച്ചിട്ട് ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം, ദീർഘിപ്പിക്കില്ല. വിഷയം ഇതാണ്: ഈ അടുത്തയിടെ എൻ്റെ ശുശ്രൂഷയിൽ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ അയാളുടെ കുഞ്ഞിന് മാമോദിസ മുഖ്യം നൽകണം. ഞാനൊരു മേൽപ്പട്ടക്കാരനെന്നുള്ളതിൽ അയാളുടെ ആഗ്രഹമാണ്. അതെന്താ ചെയ്യാം? ഉടനെ പറഞ്ഞു, അദ്ദേഹം സമയം പറഞ്ഞു. ഉടനെ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവും എൻ്റെ പഠനവും എൻ്റെ ബോധ്യവും അനുസരിച്ച് കുർബാന ചൊല്ലി കുർബാനയുടെ അന്തരീക്ഷത്തിൽ മാത്രമേ മാമോദിസ മുക്കാൻ എനിക്ക് അധികാരമുള്ളതായി പാരമ്പര്യവും പിതാക്കന്മാരും കാനോനുകളും ഞാൻ മനസ്സിലാക്കിയത്തോടത്തോളം എനിക്ക് അധികാരം നൽകുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന സമയത്തിന് കുർബാന തീർത്ത് അങ്ങനെ പറ്റില്ല. അല്ല, അത് വേണ്ടല്ലോ. മാമോദിസ ഇന്ന സമയത്ത് 11 മണി കഴിഞ്ഞ് ഊണുമാകാം, വളരെ സൗകര്യമാണ്. ഞാനൊരു കാര്യം തുറന്നു ചോദിക്കുകയാണ്. ഞാൻ അച്ഛനായി ആദ്യം വേല തുടങ്ങിയ അവസരത്തിൽ ഒരു പള്ളിയിൽ ചെന്ന് തലത്തൊടുന്ന അപ്പനും അമ്മയും അവരാരായും കുർബാന അനുഭവിക്കണം. കുഞ്ഞിൻ്റെ മാതാപിതാക്കന്മാർ കുർബാന അനുഭവിക്കണം. ആവശ്യമെങ്കിൽ അവർ കുമ്പസാരിക്കുകയും വേണം. ഉടനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇതുവരെ വന്ന അച്ഛന്മാരൊന്നും ഇങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്തോ ഈ അച്ഛൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, വ്രതനിഷ്ഠയോടും ഉപവാസത്തോടും അനുതാപത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കുർബാന അനുഭവിക്കാൻ ഒരുങ്ങിയും ആ ചൈതന്യത്തിൽ കുഞ്ഞിൻ്റെ കരങ്ങൾ തൊട്ട് വിശ്വാസം ഏറ്റുപറയുമ്പോഴും അതിന് സാക്ഷികളായി ചുറ്റും ഈ മാതാപിതാക്കന്മാർ നിൽക്കുമ്പോഴും ആ ചൈതന്യത്തിൻ്റെ ഊർജം നിങ്ങളുടെ കുഞ്ഞിലാണ് പകരുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ തീർച്ചയായും വിശുദ്ധ കുർബാന ഒരുക്കത്തോടുകൂടെയാണല്ലോ, പക്ഷെ നിങ്ങളും അതിൽ പങ്കുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കുറവ് നിങ്ങളുടെ കുഞ്ഞിനല്ലേ.
അവരത് ബോധ്യപ്പെട്ടിട്ട് വളരെ സന്തോഷിച്ച് പിന്നീട് ആ പള്ളിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല. ഞാൻ ശുശ്രൂഷ അന്വേഷിച്ചിട്ട് ഒരു പള്ളിയിലും പ്രശ്നമുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള നമ്മളുടെ പ്രതിസന്ധി എവിടെയാണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് ആർക്കാണ് ഈ അധികാരം തന്നത്? വിശുദ്ധ കുർബാനയുടെ അന്തരീക്ഷത്തിൽ നിന്നും അടർത്തി മാറ്റി മാമോദീസ നടത്തുന്ന പാരമ്പര്യം ഏതധികാരത്തിലാണ്? പിതാക്കന്മാരുടെ പ്രബോധനത്തിൻ്റെ അധികാരത്തിലാണോ, കാനോനിൻ്റെ അടിസ്ഥാനത്തിലാണോ നടത്തുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ അറിവിൻ്റെ പൂർണ്ണതയൊന്നുമില്ല, അന്വേഷണം ഞാൻ നടത്തുന്നിടത്തോളം തീർച്ചയായിട്ടും അതിന് അധികാരമൊന്നുമില്ല. ആധ്യാത്മികമായ അന്തരീക്ഷത്തിൽ നിന്നും അടർന്നു മാറി, വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ നിന്നും മാറി. വിവാഹം ഒരു കാലത്ത് അങ്ങനെയായിരുന്നു, അതോ പോയി. മാമോദീസ കൈകൾ ഉയർത്തി കുർബാനയിൽ എന്നതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ആവസിപ്പിച്ചിറക്കി കൊണ്ടുവന്ന് മാമോദീസ നൽകി കുർബാന നൽകേണ്ടതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ വല്ലാതെ കുഴങ്ങിപ്പോകുന്നു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഈ ചർച്ചയ്ക്ക് ഒരു തുടക്കം കുറിച്ചു എന്നുള്ളതേ ഉള്ളൂ. വേറൊരു കാര്യം കൂടെ ചേർന്ന് പറയാം. പാരമ്പര്യത്തിൽ ഒരിടത്തും കുർബാന മാറ്റിവെച്ച് സൗകര്യം പോലെ കൊടുക്കാൻ അനുവാദം ആർക്കും തന്നിട്ടില്ല. ഒരു പാരമ്പര്യവുമില്ല, ഒരു കാനോനുമില്ല. ഒറ്റ എക്സെപ്ഷനേ ഉള്ളൂ. ദൂരെ ഒരാൾ അസുഖമായി കെൽപ്പില്ലാതെ കിടക്കുന്നെങ്കിൽ അയാൾക്ക് വേണ്ടി കുർബാന മാറ്റിവെച്ചിട്ട് അത് അവിടെ കൊണ്ട് കൊടുക്കാൻ കുർബാന മാറ്റിവെച്ച് പൂർത്തീകരിച്ചു പോകാം. എന്നാൽ അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒരിടത്തും രോഗികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച് അത് അന്നേരം തന്നെ ചെയ്യുന്നതല്ലാതെ, അവർ പക്ഷേ അത് ചിലപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കാലികമായ ഒരു വ്യത്യാസമൊന്നല്ലാതെ വേറൊരു സന്ദർഭത്തിലും വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കുവാൻ പാരമ്പര്യം പറയുന്നില്ല. ചരിത്രം അങ്ങനൊന്ന് രേഖപ്പെടുത്തുന്നുമില്ല. ഇതെൻ്റെ അറിവ് കുറവ് കൊണ്ടാണോ, അതോ ഞാൻ ഇച്ചിരി വ്യത്യാസപ്പെട്ടതാണോ, എൻ്റെ കുഴപ്പമാണോ എന്നുവരെ ഞാനിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയണം, ആലോചിച്ച് ചർച്ച ചെയ്തോ, ഇതെൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് ഒന്ന്. ഞാനിപ്പം ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും നമുക്ക് അതിൻ്റെ വലിയ കുഴപ്പമുണ്ട്. ഏതാണ്ട് അപ്പരൂപമായിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഈ 3 ദിവസത്തെ ചർച്ചകൾ. ഇതിൽ വേറൊരു കാര്യം കൂടെ എനിക്ക് പരസ്യമായിട്ട് പറയുക. ഇതിന് ഈ ഒരു മാറ്റത്തിന് കാലത്തിൻ്റെ സൂചനകൾ ക്രിയാത്മകമായ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഉതകും വിധമാണോ ഈ കയ്യൊപ്പ് നമ്മൾ ചാർത്തുന്നത്? ഈ കയ്യൊപ്പ് ചാർത്തുന്നതിൽ ഉത്തരവാദിത്വം പട്ടക്കാർക്കാണോ കൂടുതൽ ഉത്തരവാദിത്വം മേൽപ്പട്ടക്കാർക്കാണോ എന്നും കൂടെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഇത്തിരി എനിക്ക് തന്നെ ഇച്ചിരി കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുണ്ട്. ഇതൊരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു തുടക്കം എന്നുള്ള നിലയിൽ വെച്ചുകൊണ്ട് ഇത് പ്രൗഢമായ ഈ സദസ്സ് തീർച്ചയായിട്ടും ഇത് കൂട്ടി ഇതിൽ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ചുരുക്കുന്നു. ഈ 3 ദിവസത്തെ ആലോചനകൾ നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാൻ പരിമല സെമിനാരിയുടെ മാനേജർ ആദരണീയനായ യൂഹാനോൻ റംബാച്ചനെ സ്വാഗതം ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ വലിയ ബാബാ തിരുമേനി, പരിശുദ്ധ ബാബാ തിരുമേനി, അഭിമന്യ പിതാക്കന്മാരെ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ രാജൻ വർഗീസ്, വന്ദിരായ കോറപ്പിസ്കോപ്പന്മാരെ, റംബാശന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ക്രിസ്തുവേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെൻറ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ ത്രൈവാർഷിക സമ്മേളനം സാധാരണ പരിമല സെമിനാരിയിൽ കാത്തിരിപ്പിൻ്റെ നാളുകളിലാണ് നടത്തി വരുന്നത്. പരിമല സെമിനാരിയുടെ മാനേജർ എന്ന നിലയിൽ 2ാം പ്രാവശ്യവും ഈ വൈദിക ത്രൈവാർഷിക സമ്മേളനത്തിന് ആതിഥേയത്വം നൽകുവാനുള്ള ഭാഗ്യം ബലഹീനായ എനിക്ക് ലഭിച്ചു. എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാനിതിനെ കാണുകയും ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും ചെയ്യുന്നു. പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മെ നയിക്കുന്ന, നമ്മെ ഒരുക്കുന്ന കാത്തിരിപ്പിൻ്റെ ഈ നാളുകളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ
അഭിമന്യ പിതാക്കന്മാരും വന്യരായ വൈദിക ശ്രേഷ്ഠരും നമുക്കെല്ലാവർക്കും വലിയ മാതൃകയായ പരിശുദ്ധിയുടെ പര്യായമായ പരിമല തിരുമേനിയുടെ സന്നിധാനത്തെങ്കിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ ആരാധിക്കുവാനും പഠിക്കുവാനും ആത്മനിറവുള്ളവരായി മടങ്ങിപ്പോകുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തോടുകൂടി നല്ല ഉത്തമരായ ദൈവികരായ വൈദികരായി മടങ്ങിപ്പോകുവാൻ ഈ ത്രൈവാർഷിക വൈദിക സമ്മേളനം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു എഴുത്തുകാരൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ജീവിക്കേണ്ടത് മുമ്പോട്ട് നോക്കിയാണെങ്കിൽ ജീവിതത്തെക്കുറിച്ച് പഠിക്കേണ്ടത് പിമ്പിലേക്ക് നോക്കിയായിരിക്കണമെന്ന്. ഒരു വൈദികന്, ഒരു പ്രവാചകൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കാലങ്ങളുടെ സൂചനകളെ ഒരു പ്രവാചകൻ്റെ ആത്മാവിൽ നോക്കിക്കാണുവാനും അതിനെ നന്നായി മനചിന്തനം ചെയ്ത് വിലയിരുത്തി ദിശാബോധം തെറ്റാതെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ജീവിക്കുവാനും ദൈവം തമ്പുരാൻ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞാടുകളെ വഴിതെറ്റാതെ ദൈവികമായ പാതയിലേക്ക് നയിക്കുവാനും ഉള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നന്നായി നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പ്രാപ്തരാക്കട്ടെ എന്നുള്ള ആശംസയോടെ, പ്രാർത്ഥനകളോടെ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടെ നിർവഹിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഇപ്പോൾ സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന് മുൻ ഭാരവാഹികളായ രണ്ട് പിതാക്കന്മാരെ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ അനുമോദിക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമതായി ഈ പ്രസ്ഥാനത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി തുടക്കം കുറിച്ച് അതിനുശേഷം സുദീർഘമായ 10 വർഷക്കാലം സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ അനുഗ്രഹീതനായ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചതിനു ശേഷം മലങ്കര സഭയുടെ മേൽപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും ഇപ്പോൾ ഡൽഹി ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്തയായി അവരോധിക്കപ്പെടുകയും ചെയ്ത ഡോക്ടർ യൂഹാനോൻ മാർ ദമത്രിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ നിസ്തുല്യമായ സേവനങ്ങളെ സെന്റ് തോമസ് വൈദിക സംഘം ആദരിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമേനി അഭിനന്ദ തിരുമേനിക്ക് വൈദിക സംഘത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും ആദരവുള്ള പ്രതീകമായ മെമൻറ്റോ നൽകി പ്രത്യേകമായി ആദരിക്കുകയും ചെയ്യും. അഭിനന്ദ തിരുമേനി മുന്നോട്ട് വന്ന് ഞങ്ങളുടെ ആദരവ് സ്വീകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കും. സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘത്തിൻ്റെ അനുഗ്രഹീതനായ ജോയിൻറ്റ് സെക്രട്ടറിയായി 10 വർഷക്കാലം സുദീർഘമായ സേവനമനുഷ്ഠിച്ച വന്യനായ അഭിനന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ശക്തമായ നേതൃത്വം ഈ പ്രസ്ഥാനത്തിന് ഏറെ വളർച്ചകൾ നൽകി എന്ന് സന്തോഷപൂർവ്വം ഓർക്കുന്നു. അഭിനന്ദ പിതാവിനും വൈദിക സംഘത്തിൻ്റെ സ്നേഹോപകാരം ഇപ്പോൾ പരിശുദ്ധ ബാബാ തിരുമേനി നൽകുന്നു. അഭിനന്ദ തിരുമേനി കടന്നു വന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ കരങ്ങളിൽ നിന്ന് ഈ സ്നേഹോപകാരം ഏറ്റുവാങ്ങണം എന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അഭിനന്ദനായ ദമത്രിയോസ് തിരുമേനി ഇന്ന് വൈകുന്നേരത്തെ സെക്ഷനിൽ നമ്മോട് സംസാരിക്കുന്നതുകൊണ്ടും ദിയോസ്കോറോസ് തിരുമേനി ഈ മീറ്റിങ്ങിന് ശേഷം വേദി വിട്ട് പോകുന്നതുകൊണ്ടും ഈ രണ്ടുപേരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വാക്കിൽ മറുപടി പ്രസംഗം നിർവഹിക്കാൻ തക്കവണ്ണം ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ സാദരം ക്ഷണിക്കും. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ ബാബാ തിരുമേനി, പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി, അഭിനന്ദ പിതാക്കന്മാരെ, ഡോക്ടർ രാജൻ വർഗീസ്, വൈദിക സംഘത്തിൻ്റെ ചുമതലക്കാരെ, വന്ദനായ ജോഷുവാച്ചൻ ഉൾപ്പെടെയുള്ളതായ വൈദിക സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടെ അഭിനന്ദനായ യൂഹാനോൻ മാർ ദിമത്രിയോസ് തിരുമേനിയും ബലഹീനായ ഞാനും നിങ്ങളുടെ സ്നേഹം ഇപ്പോൾ ഇവിടെ ഏറ്റുവാങ്ങുന്നു. അഭിനന്ദ ദിമത്രിയോസ് തിരുമനസ് കൊണ്ട് 10 വർഷത്തിലധികവും ബലഹീനായ ഞാൻ 10 വർഷക്കാലവും വൈദിക സംഘത്തിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. കഴിഞ്ഞ ത്രൈവാർഷിക സമ്മേളനത്തിന് ശേഷം
ഞങ്ങൾ രണ്ടുപേരും 2 സമയങ്ങളിലായി മേലധ്യക്ഷ സ്ഥാനത്തേക്ക് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്താൽ ഉയർത്തപ്പെടുകയും വന്ദ്യനായ അമീലച്ഛനും സക്കറിയനാനച്ഛനും ചുമതലയിലേക്ക് വരികയും ചെയ്തു. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനിയും അഭിവന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയും ഞങ്ങൾക്ക് പ്രസിഡന്റുമാരായി വൈദിക സംഘത്തിൽ പ്രവർത്തിച്ചു. നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്നേഹിച്ചു. പ്രവർത്തകർ എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ഉത്തമമായി പ്രവർത്തിക്കുവാനായി ഞങ്ങൾക്ക് സാധ്യമായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. എങ്കിലും വളരെ മനോഹരമായി വൈദിക സംഘത്തെ നിർത്താതെ നിങ്ങളുടെയൊക്കെ സഹകരണത്തോട് കൊണ്ടുവരുവാനായി സാധിച്ചു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയ ഭാരവാഹികളായ അമയിൽ അച്ഛനെയും അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ദൈവസന്നിധിയിൽ വൈദിക സംഘത്തിൻ്റെ അനുഗ്രഹപ്രദമായ നടത്തിപ്പിന് വേണ്ടി സമർപ്പിക്കുന്നു. കാലത്തിൻ്റെ സൂചനകളെ ഞാൻ തിരിച്ചറിയുന്നു എന്നതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. സമയം കൃത്യമായപ്പോൾ ബഹുമാനപ്പെട്ട ജോഷു അച്ഛൻ സൂചനകളെ നമുക്ക് നൽകിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ആ സൂചന മനസ്സിലാക്കി സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബലഹീന ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ചടങ്ങോട് നിർവഹിക്കുവാനുണ്ട്. നമ്മുടെ ഇടയിലെ ഒരു വൈദികനായ, പ്രത്യേകിച്ച് ഇപ്പോൾ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒന്നിനായ തോമസ് അച്ഛൻ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കൃതി ദ ഷെപ്പേർഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ വെച്ച് അത് പരിശുദ്ധ ബാബാ തിരുമേനിക്ക് നൽകി പ്രകാശനം നൽകുന്ന അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം വേദിയിലുണ്ട്, കടന്നു വരികയും ഒരു വാക്ക് തൻ്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞ് പരിശുദ്ധ ബാബാ തിരുമേനിക്ക് ആ പുസ്തകം നൽകി പ്രകാശകർമ്മം നിർവഹിക്കുകയും അതേ തുടർന്ന് ജോയിൻറ്റ് സെക്രട്ടറി അച്ഛൻ നന്ദി പറഞ്ഞ് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയും ചെയ്യും. പരിശുദ്ധ വലിയ ബാബാ തിരുമനസ്സുണ്ട്, പരിശുദ്ധ ബാബാ തിരുമനസ്സുണ്ട്, പരിശുദ്ധ തിരുമേനിമാരെ, ശ്രേഷ്ഠ വൈദികരെ, ഒരു വാക്ക് മാത്രം എൻ്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ട് ഞാൻ ചടങ്ങിലേക്ക് പ്രവേശിച്ചുള്ള ദ ഷെപ്പേർഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് എഡിഷൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അബ്ദുൽ കലാം ആയിരുന്നു പ്രകാശനം ചെയ്തിരുന്നത്. രണ്ടാമത്തെ എഡിഷനാണ് ദ ഷെപ്പേർഡ് ഇംഗ്ലീഷിൻ്റെ കുറേ കൂടെ റിവൈസ്ഡ് നോളജ് ചേർത്തുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷാ ചരിത്രത്തിൽ ഈസ്റ്റിലും വെസ്റ്റിലും ഇന്ന് വരെയും ഇംഗ്ലീഷിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഡിക്ഷണറി അവൈലബിൾ ഉണ്ടായിരുന്നില്ല. അത് ദൈവകരുണയാൽ എനിക്ക് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിന് 6000 അഫിലിയേറ്റഡ് CBSE സ്കൂൾ ഇന്ത്യയിലുള്ളതിൽ ബെസ്റ്റ് എഡ്യൂക്കേഷൻ വർക്ക് ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കണ്ടുപിടിച്ച് അന്നത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മിനിസ്റ്ററായിരുന്ന അർജുൻ സിംഗ് അവാർഡ് ചെയ്യുകയും അങ്ങനെ നാഷണൽ അവാർഡും ഇന്ത്യൻ പ്രസിഡന്റ് അവാർഡും കിട്ടുവാൻ അതിനിടയായി. അതിന് ഈ മലങ്കര സഭയുടെ ഈ ഉന്നതമായ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് രണ്ടാമത്തെ എഡിഷൻ പ്രകാശനം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യം എനിക്ക് മറ്റേതൊരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഞാൻ കരുതുന്നു. എൻ്റെ അടുത്തൊരു വർക്ക് ഗാന്ധിജിയുടെ ടീച്ചിങ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ്. അത് ഇപ്പം ഒരു മാസത്തിനകം തന്നെ അത് പ്രകാശനം ചെയ്യും. അടുത്ത ഒരു വർക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൻ്റെ സെൻറ്റ് ലൂക്കിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്നൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഗുരുഭൂതന്മാരുടെ അനുഗ്രഹത്താൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് ദൈവം ഇടയാക്കി. എൻ്റെ ഗുരുഭൂതന്മാരുടെയും ശ്രേഷ്ഠ വൈദികരെയും എല്ലാവരുടെയും നാമത്തിൽ ഈ പ്രകാശന കർമ്മം പരിശുദ്ധ ബാബാ തിരുമനസ്സിന് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഭാവിയിലും ആഗ്രഹിച്ചുകൊണ്ടും ഈ ചടങ്ങ് എല്ലാ ഗുരുക്കന്മാരുടെയും പാദത്തെ തൊട്ട് വന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുകയാണ്. സമ്മേളനത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ തക്കവണ്ണം വൈദിക സംഘം ജോയിന്റ് സെക്രട്ടറി ബഹുമാന്യനായ സക്കറിയാനായനാനച്ചനെ ക്ഷണിക്കുന്നു. പരിശുദ്ധ വലിയ ബാബാ തിരുമേനി, പരിശുദ്ധ ബാബാ തിരുമേനി, എല്ലാ മഹനീയ സാന്നിധ്യങ്ങളുമേ, ഈ സമയത്തിൻ്റെ പ്രത്യേക സൂചനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മലങ്കര സഭയുടെ തപോബലമായിരിക്കുന്ന പരിശുദ്ധ വലിയ ബാബാ തിരുമേനിയോടും പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനിയോടും
എല്ലാ അഭിമന്യ പിതാക്കന്മാരോടുമുള്ള ഭക്തിയും ആദരവും അറിയിക്കുന്നതോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന ഗുരുക്കന്മാരും സഹോദരങ്ങളുമായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഒരു വാക്ക് അഭിമന്യ തിരുമേനിമാരെ കൽപ്പിക്കുന്നതനുസരിച്ച് എത്രയും ബഹുമാനപ്പെട്ട രാജൻ വർഗീസ് സാറിനോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്.